നമസ്തേ, ഞാൻ വി എസ് കൃഷ്ണരാജ്. നമസ്തേ, ഞാൻ അനിൽ നമ്പ്യാർ. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു അല്ലേട്ടാ, പുത്തൻ പുലരിയായ ശേഷം രാവിലെ എഴുന്നേറ്റ് വരാനുള്ള മടി കാരണം ഇതാദ്യമായിട്ടാണ് അല്ലേട്ടൻ പുത്തൻ പുലരിയിൽ വരുന്നതെന്ന് തോന്നുന്നു. അത് ശരിയാണത്, ഞാൻ അംഗീകരിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുവഴിയേ പറയാം, നമ്മൾ വളരെ സഗൗരവം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. യെസ്, നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകാം അല്ലേ? പ്രധാന വാർത്ത. ഖത്തർ അമീർ ഭാരതത്തിൽ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. തീവ്ര മുസ്ലിം സംഘടനകളോട് CPM പ്രേമം. ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഇല്ലെന്ന് എളമരം കരീം. രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമി എന്ന് അഭിപ്രായമില്ല. പരാമർശങ്ങൾ പാർട്ടി രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. SFIയുടെ റാഗിംഗ് ക്രൂരത ലോകമറിഞ്ഞത് ഞങ്ങളിലൂടെ. പ്രതികൾക്ക് നിയമസഹായം നൽകി ഇടത് നേതാക്കൾ. കണ്ണടച്ച് സർക്കാർ. സിദ്ധാർത്ഥൻ സ്മൃതി ദിനത്തിൽ റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ട ജനം TV. കാര്യവട്ടം കോളേജിലും SFI പൈശാചികത. യൂണിറ്റ് ഓഫീസിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി. കോഴിക്കോട് കളൻതോട് MES കോളേജിൽ MSF റാഗിംഗ്. പോലീസ് അറസ്റ്റ് വൈകിപ്പിക്കുന്നുവെന്ന് കുടുംബം. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ. ആശാവർക്കർമാർക്ക് നേരെ സർക്കാരിൻ്റെ പ്രതികാര നടപടി. സെക്രട്ടേറിയറ്റ് സമരം നയിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ നീക്കം. പ്രതിഷേധം ശക്തമാക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടം. ലാൻഡിങ്ങിന് ശേഷം തലകീഴെ മറിഞ്ഞ് ഡെൽറ്റ വിമാനം. 18 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. അപകട കാരണം കനത്ത കാറ്റും മഞ്ഞുവീഴ്ചയും. പാലക്കാട് വെള്ളാരംപാറയിൽ പുലി. ആശങ്കയോടെ പ്രദേശവാസികൾ. അതായത് ഞാനേ ഇത് ഇത്ര ഞാൻ ഫ്രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് മോറ് മാത്രമേ കണ്ടിട്ടുള്ളൂ. മോറ് മാത്രമേ കണ്ടത്. അതിലേക്ക് പുലിയാണ് മനസ്സിലായി. അത് ഞാൻ ഓടി. പക്ഷെ ആ കണ്ണിന്റെ അവിടെ മീശൊക്കെ ഉണ്ടവർക്ക് തോന്നി. പരിശോധന തുടർന്ന് വനം വകുപ്പ്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. രഞ്ജി ട്രോഫി സെമിയിൽ ഗുജറാത്തിനെതിരെ മികച്ച സ്കോർ തേടി കേരളം ഇറങ്ങും. ആദ്യ ദിനം 4 വിക്കറ്റിന് 206 റൺസ്. അർദ്ധ സെഞ്ചുറി പിന്നിട്ട സച്ചിൻ ബേബിയിൽ പ്രതീക്ഷ. പിന്തുണയ്ക്കാൻ ഉറച്ച് സൽമാൻ നിസാറും അസറുദ്ദീനും. ഇപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് പോകാം, വിശദമായി പോകാം. ഈ ഖത്തർ അമീർ ഇന്നലെ ഭാരതത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തെ നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചിരുന്നു. ഒരു നയതന്ത്ര ബന്ധത്തിൽ നയതന്ത്ര ബന്ധത്തിൽ വലിയ മാറ്റം, കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് പോകും എന്നുറപ്പിക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ നരേന്ദ്രമോദിയുടെ ടാക്ടിക്സ് അതങ്ങനെയാണ്. ലോകരാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും അദ്ദേഹത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരിക, ആ നയം അതിങ്ങനെ വല്ലാതെ തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു പുതിയ ഘട്ടമാണിത്. ഖത്തർ അമീർ ഇവിടേക്ക് വരുന്നു. അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണുന്നു. ആ നേരിട്ടെത്തിയുള്ള സ്വീകരണം അങ്ങ് പറഞ്ഞതുപോലെ അത് അവിടെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം മാത്രമല്ല. നോക്കൂ, ഈ നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. പക്ഷേ ഓരോ വിദേശ സന്ദർശനം കഴിയുമ്പോഴും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ.
അത് പലപ്പോഴും ഈ വിമർശകർ കാണുന്നില്ല എന്നുള്ളതാണ്. അല്ല, ശശി തരൂർ പറഞ്ഞല്ലോ, അതെ, വെറുതെ പറഞ്ഞതാവില്ല മോദിയെക്കുറിച്ച് ട്രംപ് എന്ന്. അതെ. അതായത് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആ നേതാവിൻ്റെ വലിപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എത്രമാത്രം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോകാം. തീർച്ചയായും ആധുനിക ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരിൽ പ്രമുഖനും അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരകനുമായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ 189-ാം ജയന്തിയാണെന്ന്. ഇന്ന് ഫെബ്രുവരി 18 ശ്രീരാമകൃഷ്ണ പരമഹംസർ ജയന്തി. അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകൻ, ആധുനിക ഇന്ത്യയിലെ ആധ്യാത്മിക ആചാര്യന്മാരിൽ പ്രമുഖൻ, ഭക്തിയുടെ ലഹരിയിൽ ആറാടിയ ഈശ്വരാന്വേഷി. കൊൽക്കത്തയ്ക്കടുത്തുള്ള ഹൂഗ്ലിയിലെ കമാർപൂക്കൂർ ഗ്രാമത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ 1836 ഫെബ്രുവരി 18 ജനനം. വൈഷ്ണവരായ ഖുദിറാം ചാറ്റർജി, ചന്ദ്രാദേവി എന്നിവരായിരുന്നു മാതാപിതാക്കൾ. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പൂർവാശ്രമത്തിലെ നാമം ഗദാധരൻ എന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ആധ്യാത്മിക ചിന്തകളിൽ മുഴുകിക്കഴിയാനായിരുന്നു താൽപര്യം. 17-ാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി സേവനമനുഷ്ഠിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 24-ാം വയസ്സിൽ ശാരദാദേവിയെ വിവാഹം ചെയ്തു. 1866 ദക്ഷിണേശ്വരത്തെ കാളീക്ഷേത്രത്തിൽ പൂജാരിയായി. ഭൈരവി, ബ്രാഹ്മണി, തോതാപുരി എന്നിവരിൽ നിന്നും ഹിന്ദുമതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അദ്ദേഹത്തിന് താൻ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക അനുഭവത്തിൽ പരീക്ഷിച്ചറിയാനും മറ്റുള്ളവർക്ക് ലളിതമായി അത് പറഞ്ഞുകൊടുക്കാനും അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. കാളീദേവിയെ സ്വന്തം മാതാവായി കണ്ട് പൂജിച്ച അദ്ദേഹത്തിന് തന്റെ ഭാര്യയായ ശാരദാദേവി പോലും കാളി മാതാവിന്റെ പ്രതിരൂപമായിരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് മതങ്ങളല്ല, കർമ്മമാണ് പ്രധാനമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകൻ, അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ആസക്തി കൂടാതെ പ്രവർത്തിക്കുക എന്നാൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെയോ ഇഹലോകത്തോ പരലോകത്തോ ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാതെ പ്രവർത്തിക്കുക എന്നാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ്. ദൈവം അവസാനമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വാക്യങ്ങളാണിത്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം ദൈവസാക്ഷാത്കാരമാണ്. ഈ ജന്മത്തിൽ തന്നെ ദൈവത്തെ സാക്ഷാത്കരിക്കാൻ ഒരാൾ പരിശ്രമിക്കണം. ദൈവത്തെ അറിയുക എന്നതാണ് യഥാർത്ഥ അറിവ്. ദൈവത്തെ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഭക്തി. ഇവയൊക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ഉപദേശങ്ങളിൽ ചിലതാണ്. 1881 തന്നെ കാണാനെത്തിയ നരേന്ദ്രൻ എന്ന യുക്തിവാദിയായ ചെറുപ്പക്കാരൻ പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രിയ ശിഷ്യനായി. അദ്ദേഹമാണ് സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസന് സ്വാമി വിവേകാനന്ദനെ കൂടാതെ നേരിട്ട് 16 ശിഷ്യഗണങ്ങളുമുണ്ട്. 1886 ആഗസ്റ്റ് 16 50-ാം വയസ്സിലാണ് സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായത്. കൃഷ്ണരാജ്, നമ്മുടെ കാലത്തൊക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ നമ്മൾ കൂടുതൽ അടുത്ത് അറിഞ്ഞതാണ്, ഒരുപാട് വായിച്ചതാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലേ, എന്തെങ്കിലും പ്രതിഫല ഇച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യുക, അതാണ് പ്രധാനം അല്ലേ, അത് ലോകത്തെ പഠിപ്പിച്ച മഹാൻ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. സനാതനധർമ്മത്തിൻ്റെ പ്രചാരകയായി 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി മലപ്പുറം തവനൂരിൽ നടന്ന ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഘമക മഹോത്സവത്തിലാണ് ശ്രീരുദ്ര ഗായത്രി കാർമ്മികത്വം വഹിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ തന്ത്രിയായി മാറി ശ്രീരുദ്ര ഗായത്രി. ശക്തികുടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധിദ്വാര സകല ചിന്തിത ഫലവാപ്ത്യർത്ഥേ ജപേ വിനിയോഗഃ. ഇത് ശ്രീരുദ്ര ഗായത്രി. ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യയുടെ ചെയർമാൻ മൂകാംബിക സജി പോറ്റിയുടെ മകൾ. ഭാരതപ്പുഴയുടെ ഉത്സവമായ മാഘമകത്തിൽ തന്ത്രിയായിരുന്നു ശ്രീരുദ്ര ഗായത്രി. ത്രിമൂർത്തി സ്നാനഘട്ടായ തവനൂരിൽ ഈ മാസം 13 മാഘമക മഹോത്സവത്തിലെ ശ്രീചക്ര പൂജയടക്കം പ്രധാന ചടങ്ങുകൾ. നിരവധി സന്യാസിമാരടക്കം നദീ ഉത്സവത്തിനെത്തി. നിള ആരതിയോടെ സമാപിച്ച നദീ ഉത്സവത്തിലെ ശ്രീചക്ര യാഗത്തിന് തന്ത്രിസ്ഥാനം വഹിച്ചത് ഈ പെൺകുട്ടിയായിരുന്നു.
മാമാങ്കത്തിന്റെ ഓർമ്മകൾ അലയടിച്ച നിളാതീരത്ത് ശ്രീരുദ്ര ഗായത്രിയുടെ കർമ്മങ്ങൾ മറ്റൊരു ചരിത്രമായി. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ മകം തിരുനാൾ കേരളവർമ്മ രാജയാണ് ശ്രീരുദ്ര ഗായത്രിയുടെ പേരിടൽ കർമ്മം നിർവഹിച്ചത്. ഏകദേശം 2 വയസ്സ് മുതൽ ഈ കൊച്ചുമിടുക്കി പിതാവിനെ യാഗങ്ങൾ തയ്യാറാക്കുന്നതിനും പൂജകൾക്കും സഹായിക്കുന്നുണ്ട്. 3 വയസ്സ് തികഞ്ഞപ്പോൾ തനിയെ ഗണപതി ഹോമം നടത്തി. 5ാം വയസ്സിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരിക്കുന്ന ശ്രീ കൊച്ചു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ തന്ത്രിയായി സ്ഥാനമേറ്റു. രുദ്രഗായത്രിയുടെ ആത്മീയ മികവിന് താമ്രിക കുലശ്രേഷ്ഠ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്നും പുലർച്ചെ എണീറ്റ് ധ്യാനത്തിനു ശേഷം പൂജാകർമ്മങ്ങളിൽ സജീവമാവുകയാണ് ശ്രീരുദ്ര ഗായത്രി. ജനം, മലപ്പുറം. ശരി, നമുക്ക് ഇനി രാജ്യാന്തര രാജ്യ വാർത്തകളിലേക്കൊക്കെ പോകാം. അന്തർദേശീയ വാർത്തകൾ. യെസ്. ഭാരതത്തിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. ഔദ്യോഗിക കൂടിക്കാഴ്ചകളും ഉന്നതതല ചർച്ചകളും ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ന് കൂടിക്കാഴ്ചയുണ്ട്. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖത്തർ അമീറിൻ്റെ സന്ദർശനം ഇന്ത്യ ഖത്തർ പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചത്. ഭാരതത്തിലെത്തിയ ഖത്തർ അമീറിന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസഫും ചേരും. ആദ്യം ഗൗതം അനന്തനാരായണനിലേക്ക്. ഗൗതം, ഇന്നലത്തെ ആ സ്വീകരണം അത് എത്രമാത്രം ഊഷ്മളമായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്നലെ വൈകുന്നേരമാണ് ഖത്തർ അമീർ ന്യൂഡൽഹിയിൽ ലാൻഡ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. പ്രോട്ടോക്കോളെല്ലാം മാറ്റിവെച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി എന്നതാണ് വളരെ ശ്രദ്ധേയമായത്. ഖത്തർ അമീർ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്നലെ രാത്രിയോടുകൂടി രാജ്യ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് ന്യൂഡൽഹിയിൽ ഉണ്ടാകുക. ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായ ചടങ്ങുകൾ നടക്കും. അവിടെ ഖത്തർ അമീറിന് ഭാരതത്തിൻ്റെ സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ ഉണ്ടാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായുള്ള ചർച്ച, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടത്തും. കൂടാതെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായികൾ, ഇവരെല്ലാം ഖത്തർ അമീർ കാണുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭാരതവും ഖത്തറും തമ്മിലുള്ള ബന്ധം, വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെയുള്ള സൗഹൃദം, അത് നയതന്ത്ര തലത്തിൽ കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഖത്തർ അമീറിൻ്റെ 2 ദിവസത്തെ ഭാരത സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഊഷ്മളമായ വരവേൽപ്പ് രാജ്യം നൽകി. ഇന്നിനിയും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് രാഷ്ട്രപതി ഭവൻ നൽകാൻ പോകുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിനുശേഷമാണ് പിന്നീട് നയതന്ത്ര തലത്തിലുള്ള കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ നടത്തുക. കൃഷ്ണരാജ്. എസ് ഗൗതം തുടരുക. ഐസൻ ജോസും ചേരുന്നു. ഐസൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നമുക്കറിയാം ഖത്തർ മാറുന്നു അല്ലേ? മാത്രമല്ല ഭാരതവുമായിട്ട് കൂടുതൽ നയതന്ത്ര തലത്തിൽ ഇടപെടാൻ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ആ ഒരൊറ്റ ആലിംഗനത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഊഷ്മള ബന്ധം എത്രത്തോളമാണ്, അതിൻ്റെ ആഴം എത്രത്തോളമാണ്. ഏതൊക്കെ വിഷയങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇന്നത്തെ ചർച്ച, കൂടിക്കാഴ്ച? ഐസൻ.
അനിൽനമ്പ്യാർ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ശക്തമായൊരു ബന്ധമാണ് ഈ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത് എന്നതും ആ രാജ്യത്തിന് എത്ര കണ്ട് പരിഗണന ഭാരതം നൽകുന്നു എന്നതിന് തെളിവുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ വിമാനത്താവളത്തിൽ ചെന്ന് അദ്ദേഹത്തെ നേരിട്ടെത്തി സ്വീകരിച്ചത്. വിദേശകാര്യമന്ത്രിയോടൊപ്പം അദ്ദേഹം നേരിട്ടെത്തി ഖത്തർ ഷെയ്ഖിനെ സ്വീകരിക്കുകയായിരുന്നു, ഖത്തർ എമീറിനെ സ്വീകരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നൽകുന്ന കൃത്യമായൊരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ഈ രാജ്യം വളരെയധികം പ്രധാനപ്പെട്ട രാജ്യമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അതൊരു ഡിപ്ലോമാറ്റിക് സൂചനയാണ്. അതായത് നയതന്ത്ര തലത്തിൽ നേതാക്കൾ അനുവർത്തിച്ചു വരുന്ന ഒരു സൂചനയാണ് നേരിട്ടെത്തി സ്വീകരിക്കുക എന്നത്. പ്രധാനമന്ത്രി പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അത്തരത്തിൽ രാഷ്ട്ര നേതാക്കൾ നേരിട്ടെത്തി സ്വീകരിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് അത്തരത്തിൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് ആ നടപടി. ഇന്നലെ അത്തരത്തിലൊരു സ്വീകരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഖത്തർ അമീറിന് ലഭിച്ചത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഏറ്റവും പ്രധാനമായ ബന്ധം വാണിജ്യ ബന്ധം തന്നെയാണ്. ഈ വാണിജ്യ ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ ബന്ധം എന്ന് പറയുന്നത് ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇടപാടാണ്. ഈ രാജ്യവും ഖത്തറും അതുപോലെ തന്നെ ഭാരതവും തമ്മിൽ നടക്കുന്ന വലിയൊരു ദ്രവീകൃത പ്രകൃതിവാതക വിപണിയുണ്ട്. ആ വിപണി ഏതാണ്ട് 20 വർഷത്തേക്ക് തുടർച്ചയായി വലിയ ഒരു ലോങ് ടേം കോൺട്രാക്ട് ആണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രകൃതിവാതകത്തിന്റെ വോളിയം അല്ലെങ്കിൽ അളവ് വർദ്ധിപ്പിക്കുക എന്ന നീക്കം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗം. ഭാരതം വലിയൊരു ഊർജ്ജ മുന്നേറ്റം നടത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അനിവാര്യതകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള പ്രകൃതി ദൂഷണം കുറഞ്ഞ ഇന്ധനങ്ങൾ വളരെയധികം ആവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 400 കോടി ഡോളറിന്റെ ഇടപാട്. അതായത് അവിടെ ജോലി ചെയ്യുന്ന ഭാരതീയർ ഭാരതത്തിലേക്ക് അയക്കുന്നത് ഒരു വർഷം 400 കോടിയിലേറെ ഡോളറിന്റെ മൂല്യമുള്ള തുകയാണ്. അത്തരത്തിൽ വലിയ തോതിൽ ഭാരതത്തിന്റെ വരുമാനം, അതായത് ഫോറിൻ ട്രാൻസാക്ഷൻ വർദ്ധിക്കുന്ന ഒരു ഫോറിൻ ട്രാൻസാക്ഷനുള്ള കാലങ്ങളായുള്ള ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന്, മനുഷ്യനുമായുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന് നിരവധിയായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംബന്ധിച്ച് നിരവധി കരാറുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് അല്പസമയത്തിനകം, അതായത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വരവേൽപ്പിന് ശേഷം ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി എന്ന് പറയുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ചേർന്നുള്ള ഒരു ബിസിനസ് ടു ബിസിനസ് മീറ്റ് ആണ്. ആ മീറ്റിൽ ഭാരതത്തിലേക്ക് കൂടുതൽ വിദേശ നാണയം എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം FDI എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെയധികം വ്യവസായ സൗഹൃദമായ ഒരു രാജ്യമായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു. ഊർജ്ജ സംരക്ഷണത്തിന്റെ, ഊർജ്ജ ഉത്പാദനം, അതുപോലെ തന്നെ അടിസ്ഥാന ഘടകങ്ങളെല്ലാം തന്നെ വൻതോതിൽ വികസിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഒരു വ്യാവസായിക മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഭാരതം 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെ എല്ലാം തന്നെ പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും അവരുമായുള്ള ട്രേഡ് ബന്ധങ്ങളെല്ലാം തന്നെ അനിവാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഭാരതത്തിൽ കൂടുതൽ നടത്തുന്നതിനുള്ള സാധ്യത തുറക്കുന്നതിന് വേണ്ടി ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ബിസിനസ് സമൂഹം ഊന്നൽ നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഖത്തറിൽ പിടിയിലായ നാവികരെ വിട്ടയക്കുന്നതിന് ഉടൻ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവരെല്ലാം നാവികർ ശിക്ഷ അനുഭവിക്കപ്പെട്ട നാവികർ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയതെല്ലാം തന്നെ നേരത്തെ ഗൗതം, ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ച ഒന്നാമത്തെ കാര്യം പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും, അതിന് ഈ സന്ദർശനം ഉതകും എന്നാണ്. മറ്റൊരു കാര്യം, പ്രത്യേക സുഹൃത്തിനായുള്ള പ്രത്യേക സ്വീകരണം എന്ന് അദ്ദേഹം കുറിക്കുന്നു. അത് തന്നെ വലിയൊരു സന്ദേശമാണ്. എന്താണ് ഈ പ്രത്യേകത? കൃഷ്ണരാജെ, ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഒന്ന് ഖത്തർ എന്നത് നിലവിൽ വളരെ തീവ്രമായ മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത്. അടുത്ത കാലത്ത് അവിടെ നടന്ന ഫിഫ ലോകകപ്പിലൊക്കെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ സാക്കിർ നായിക്കൊക്കെ പോലും അവിടെ എത്തുന്നു, അവരുടെ പ്രധാനപ്പെട്ട വേദികളിൽ കയറിയിരിക്കുന്നു. അന്നൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതായത് നിലവിൽ മുൻപ് സൗദി അറേബ്യ, അതായത് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയെ പറ്റി പൊതുവെ കേൾക്കുന്ന ഒരു രീതി, അതിതീവ്ര മുസ്ലിം നിലപാട് മുന്നോട്ട് വെക്കുന്ന രാജ്യം എന്നതാണ്. ഇന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോൾ ആ ഖത്തറിനും ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ. ഒന്നൊരു മതേതര നിലപാട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സ്വഭാവമുള്ള രാഷ്ട്രം, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രം. ഒപ്പം
ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ അതിശക്തമായ മുന്നേറ്റം എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തണമെന്ന ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് വിവിധ ഉച്ചകോടികളിൽ അദ്ദേഹം ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഖത്തറും മാറുകയാണ് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കുവാൻ. കാരണം ഭാരതത്തിലേക്ക് ഒരു പര്യടനം 2015 ശേഷമാണ് ഖത്തറിൻ്റെ അമീർ നടത്തുന്നത്. അതിനായി അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി രാഷ്ട്രത്തലവന്മാർ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും. അത് സ്വാഭാവികമായും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന സന്ദേശം നൽകുന്നു. ഒപ്പം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിൽ പ്രോട്ടോകോൾ മാറ്റിവെച്ചെത്തി ഹസ്തദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നു. ഇതൊക്കെ സ്വാഭാവികമായും ഖത്തറിൻ്റെയും ചില ശൈലികളിൽ മാറ്റം വരുന്നു. കുറച്ച് മതേതര നിലപാടിലേക്ക് ആ രാഷ്ട്രം നീങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യ സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ദിവസം ഈ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം രാഷ്ട്രപതി ഭവനിലും അതിനുശേഷം പിന്നീട് ഹൈദരാബാദ് ഹൗസിലുമാണ് നയതന്ത്ര ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വാണിജ്യ വ്യവസായ രംഗത്ത് മുൻപ് തന്നെ ഭാരതവും ഖത്തറും തമ്മിൽ ഊഷ്മളമായൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അത് 10 മടങ്ങ് ശക്തമാക്കുവാനും കൂടുതൽ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതുമൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. ഒപ്പം നമുക്കറിയാം നിരവധി മലയാളികൾ ഉൾപ്പെടുന്ന ഭാരതീയർ ജോലി ചെയ്യുന്ന ജോലിക്കായി അവിടെ സ്ഥിരമായി നിൽക്കുന്ന നിരവധി ഇന്ത്യക്കാരുള്ള രാജ്യം കൂടിയാണ് ഖത്തർ. അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അതും ചർച്ചയായേക്കാം. ഒപ്പം നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ നാവികരുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം ഭീകരതയുമായൊക്കെ ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഈ 2 ദിവസത്തെ ഖത്തർ അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്. നന്ദി ഗൗതം, നന്ദി ഐസൻ, രണ്ടുപേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൃഷ്ണരാജ്, ഇതിൽ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്നത്, അതായത് നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ തീവ്ര ഇസ്ലാമികത പുലർത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ, അല്ലേ? സാക്കീർ നായിക്കിനെ പോലുള്ള മതതീവ്രവാദികൾക്ക് പച്ചപരവതാനി വിരിച്ചു കൊടുത്ത രാജ്യമാണ് ഖത്തർ. ആ ഖത്തർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം, അതായത് ഭീകരതയുടെ അടിവേരറുക്കണം, അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് അല്ല, അത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും അത് പ്രശ്നമാണ്. മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദം അത് വ്യാപിക്കുകയാണ്. അതിൻ്റെ ദുരന്തഫലങ്ങൾ അമേരിക്കയും അതുപോലെ UK എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ. അതിന് ഒരു അറുതി വരുത്താൻ ഇവരുടെ ഇടയിൽ വളരെ സമൂലമായിട്ടുള്ള ചർച്ചകൾ അതിന് തുടക്കം കുറിക്കുക എന്നാണ് ഞാൻ വളരെ കൗതുകത്തോടെ. മാത്രമല്ല ഈ പങ്കാളിത്ത ബന്ധം എന്ന് പറയുമ്പോൾ ഏതൊരു വിഷയത്തിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നൊരു വലിയ സന്ദേശമാണ്. അതാണ് പറഞ്ഞത്, പ്രത്യേക സുഹൃത്തിനായുള്ള പ്രത്യേക സ്വീകരണം, പ്രത്യേക ക്ഷണം. സ്വാഭാവികമായും അത് വലിയ പ്രത്യേകതകൾ ഉള്ളത് തന്നെയാണ്. അത് ഗൗതം വിശദീകരിക്കുകയും ചെയ്തു. സാം പിത്രോദയുടെ ചൈന അനുകൂല പ്രസ്താവനയിൽ വെട്ടിലായി കോൺഗ്രസ്. ചൈന ശത്രുരാജ്യമല്ലെന്നും ഇന്ത്യ ആ മനോഭാവം മാറ്റണമെന്നുമുള്ള പ്രസ്താവനയാണ് വിവാദമായത്. ലോക്സഭയിൽ രാഹുലിൻ്റെ ചൈന അനുകൂല പ്രസംഗത്തിന് പിന്നാലെയാണ് സാം പിത്രോദയും ചൈനയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. I don't know what is the threat from China. I think there is always this thing blown out of at times proportion because US has the habit of defining an enemy. യെസ്, ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ഗൗതം, നമുക്കറിയാം സാം പിത്രോദ അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളിലൂടെ എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ നോക്കൂ, ചൈന ഏത് രീതിയിലാണ് നമ്മുടെ ശത്രു എന്നറിയില്ല എന്നാണ് സാം പിത്രോദ പറഞ്ഞിരിക്കുന്നത്. ചൈനയുമായിട്ട് കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുലിൻ്റെ കുടുംബവും എത്രയോ വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ഒക്കെയുണ്ട്. അതെല്ലാം പുറത്ത് വന്നതാണ്. ഈ ഒരു പരാമർശം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി, കുറച്ച് ദിവസം നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയതാണോ, അതോ ചൈന ശത്രുരാജ്യമല്ല, ഇന്ത്യ ആ മനോഭാവം മാറ്റണമെന്ന സാം പിത്രോദയുടെ പരാമർശം, അതിന് പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ അജണ്ടയുണ്ടോ ഗൗതം? അനിൽ നമ്പ്യാർ, ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം
ഈ ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സാം പിട്രോഡ നടത്തിയിട്ടുള്ളത്. ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകുന്ന അഭിമുഖത്തിനിടയിൽ ചൈനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി ചൈന എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ശത്രു രാജ്യമാകുന്നത്, ഭാരതം ഈ ഒരു മനോഭാവം മാറ്റണം, അതായത് ഇന്ത്യയുടെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്, ചൈന ഒരു രീതിയിലും ഇന്ത്യയുടെ ശത്രു രാജ്യമല്ല, ഇത് വർഷങ്ങളായി തന്നെ നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് എന്നൊരു പ്രസ്താവന ഇദ്ദേഹം നടത്തുകയായിരുന്നു. അതിനെതിരെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ചൈന മനോഭാവമാണ് മുതിർന്ന നേതാവായ സാം പിട്രോഡയിലൂടെ പുറത്തു വന്നത് എന്ന ആരോപണമാണ് BJP ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നത്. അതായത് ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വെട്ടിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചയിൽ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുൽ നടത്തിയ മറ്റൊരു ചൈന അനുകൂല പ്രസ്താവനയാണ്. അതായത് രാഹുലിൻ്റെ പ്രസംഗം ഏതാണ്ട് 45 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 35 തവണ അദ്ദേഹം ചൈന ചൈന എന്ന് പറഞ്ഞു എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഭാരതത്തിൻ്റെ വാണിജ്യ മേഖലയും ചൈനയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈന ഒരുപാട് മുന്നിലാണെന്നും മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള ഇന്ത്യയുടെ പദ്ധതികൾ പരിപൂർണ പരാജയമാണ്, അതായത് ചൈനയുമായി നമുക്കൊരു കോമ്പറ്റീഷൻ പറ്റത്തില്ല, ചൈനയാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ എന്ന് പറഞ്ഞ രാഹുൽ തുടർച്ചയായി ചൈന ചൈന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് BJP വിമർശിച്ചത്. 45 മിനിറ്റ് പ്രസംഗത്തിൽ 34 തവണ ചൈന ചൈന എന്ന് രാഹുൽ പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൻ്റെയൊക്കെ അടുത്തയാളും രാഹുലിൻ്റെയൊക്കെ അടുത്ത ആളാണ് ഈ സാം പിട്രോഡ. ഇദ്ദേഹം തുറന്നടിക്കുകയാണ്. അതായത് ഈ ചൈന എന്ന് പറയുന്ന ഒരു ശത്രു രാഷ്ട്രമേ അല്ല എന്ന് പറയുന്നു എന്നത് മാത്രമല്ല, ഇന്ത്യക്കാരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ചൈന എന്തോ തെറ്റാണ്, ചൈന ഒരു മോശപ്പെട്ട രാജ്യമാണെന്ന് ചിന്തിക്കുന്നത് ഇന്ത്യക്കാരുടെ തെറ്റായ ചിന്താഗതിയുടെ കുഴപ്പമാണ് എന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ BJP വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ചൈനയുടെ ഒരു B ടീം എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസും നെഹ്റു കുടുംബവും നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ ഒരു രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ച നടത്തിയ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം പലതവണ രാഹുൽ ഈ ചൈന അനുകൂലമായ പ്രസ്താവനകൾ മുൻപും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം. അതിന് പിന്നാലെ ഇപ്പോൾ ഈ സാം പിട്രോഡ കൂടി നടത്തിയിട്ടുള്ള ഈ ഒരു ചൈന അനുകൂല പ്രസ്താവനയാണ് BJP വലിയ ആയുധമാക്കി മാറ്റുന്നത്. കോൺഗ്രസ് ചൈനയ്ക്കൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത്, ചൈനയുടെ കടുത്ത ആരാധകരായി കോൺഗ്രസ് നേതാക്കൾ മാറുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ സാം പിട്രോഡ നടത്തിയിട്ടുള്ള പ്രസ്താവന. ഇന്നലെ വൈകുന്നേരം പല കോൺഗ്രസ് നേതാക്കളും ഇത് തള്ളുന്നുണ്ട്. അതായത് ഇത് സാം പിട്രോഡയുടെ വ്യക്തിപരമായ പരാമർശമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴുമുള്ള പ്രശ്നം ഇത് സാം പിട്രോഡയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ തന്നെ ചൈനയെ അനുകൂലിക്കുന്നുണ്ട്. മുൻപ് സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതിനാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ബോധപൂർവമായി ഭാരതത്തിൻ്റെ ശത്രു രാഷ്ട്രമായി നിലനിൽക്കുന്ന ചൈനയെ അനുകൂലിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോൾ ഉയരുന്നത്. അനിൽ നവ്യാർ. സാം പിട്രോഡയുടെ ചൈന അനുകൂല പ്രസ്താവന അത് വിവാദമായിരിക്കുകയാണ്. കൃഷ്ണരാജ്, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ചൈനയെ ചങ്കയിലേറ്റി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ കൂടിയാണ്. ഈ പിത്രോദയാണ് രാഹുലിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. രാഹുൽ പാർലമെൻറ്റിനകത്തും അതുപോലെ പുറത്തു നടത്തുന്ന ഓരോ പ്രസ്താവനയും പിത്രോദ എഴുതി കൊടുക്കുന്നതാണ്. അത് അദ്ദേഹം വായിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് പഠിച്ചവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു പക്ഷേ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും. നേരത്തെ നടപടി നേരിട്ടതാണ് അദ്ദേഹം, പിന്നെയും അദ്ദേഹത്തെ അതേ സ്ഥാനത്ത് തന്നെ തിരിച്ച് കൊണ്ടുവന്നു. പക്ഷേ കോൺഗ്രസ് ചൈന ബന്ധം അത് അടിവരയിടുന്ന ഒരു പരാമർശം കൂടിയാണ് ഇത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ആണ്. ചൈനയെ, അതായത് ഇന്ത്യ അംഗീകരിക്കണം, ചൈനയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ. ചൈനയെ തൽക്കാലം മറികടക്കാൻ നമുക്കാകില്ല എന്നൊക്കെ ലോക്സഭയിൽ 34 വട്ടം ചൈന എന്ന വാക്ക് ഉച്ചരിച്ച് രാഹുൽ പറയുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം. നമുക്കെനിക്ക് ഒരു കായിക വാർത്തയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം വലിയ പ്രതീക്ഷയോടെ കേരളം മലയാളികൾ ഒന്നാകെ ഉറ്റുനോക്കിയിരിക്കുകയാണ് രഞ്ജി ട്രോഫി സെമി ഫൈനൽ പോരാട്ടം. ആദ്യ ദിനം വലിയ മോശമായിരുന്നില്ല, കാരണം കുറച്ച് പ്രതിരോധത്തിലേക്ക് പോയാണ് കേരളം കളിച്ചത്. വലിയ സ്കോറൊന്നും വന്നില്ല. പക്ഷേ 4 വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായത്. അവിടെ 206 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. സച്ചിൻ ബേബി എന്ന ക്യാപ്റ്റൻ, അതായത് നിർണായക മത്സരങ്ങളിൽ പലപ്പോഴും നങ്കൂരമിട്ട് കളിക്കുന്ന മികച്ചൊരു പ്ലെയറാണ് സച്ചിൻ ബേബി. ആ സച്ചിൻ ബേബി അവിടെ ക്രീസിലുണ്ടെന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ്. കൂടെയുള്ളത് കഴിഞ്ഞ ക്വാർട്ടർ പോരാട്ടത്തിൽ കേരളത്തിനെ
സമനില പിടിച്ച് സെമിയിലേക്ക് എത്തിച്ച മുഹമ്മദ് അസ്റുദ്ദീൻ. ഒപ്പം സൽമാൻ നിസാർ എന്ന കരുത്തനായ പോരാളി വരാനിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് കേരളത്തിന്. 69 റൺസോടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി, 30 റൺസോടെ മുഹമ്മദ് അസ്റുദ്ദീൻ, ഇവരാണ് ഇപ്പോൾ ക്രീസിൽ ഉള്ളത്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം നിഖിലിലേക്ക് വരാം. ടോസ് നേടിയ കേരളം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കരുതലോടെ ബാറ്റ് വീശിയ ഓപ്പണർമാർ കേരളത്തിന് മികച്ച തുടക്കമാണ് നൽകിയത്. രോഹൻ കുന്നുമലും അക്ഷയ് ചന്ദ്രനും ചേർന്ന് ആദ്യ വിക്കറ്റിൽ 60 റൺസ് കൂട്ടിച്ചേർത്തു. ഇരുവരും നിലയുറപ്പിച്ചെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അക്ഷയ് റണ്ണൌട്ടായത്. തൊട്ടുപിറകെ രവി ബിഷ്ണോയുടെ പന്തിൽ രോഹൻ കുന്നുമലും മടങ്ങി. ഇരുവരും 30 റൺസ് വീതം നേടി. മുഹമ്മദ് അസറുദ്ദീനും സച്ചിൻ ബേബിയും ചേർന്ന് 5-ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇതുവരെ 49 റൺസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശ്രദ്ധയോടെ ബാറ്റ് വീശിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബി 193 പന്തുകളിൽ നിന്നാണ് 69 റൺസുമായി പുറത്താകാതെ നിൽക്കുന്നത്. 8 ബൗണ്ടറികൾ അടങ്ങുന്നതാണ് സച്ചിന്റെ ഇന്നിംഗ്സ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 2 മാറ്റങ്ങളുമായാണ് കേരളം ഗുജറാത്തിനെതിരെ കളിക്കാനിറങ്ങിയത്. ഷോൺ റോജർക്ക് പകരം വരുൺ നായനാരെയും ബേസിൽ തമ്പിക്ക് പകരം അഹമ്മദ് ഇമ്രാനെയുമാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. സ്പോർട്സ് ഡെസ്ക്, ജനം. നിഖിൽ ഒപ്പം ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. നിഖിൽ, കഴിഞ്ഞ മത്സരത്തിലെ ഹീറോകൾ അസറുദ്ദീൻ, സൽമാൻ നിസാറിൻ്റെ പേരെടുത്തു പറയണം. സൽമാൻ നിസാർ ഇനിയും ക്രീസിൽ വന്നിട്ടില്ല. സച്ചിൻ ബേബി ഇൻഫോം ബാറ്റ്സ്മാനാണ്, നന്നായി കളിക്കുന്നുണ്ട്. അസറുദ്ദീനും ഒപ്പമുണ്ട്. ഒരുപക്ഷെ ഈ പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ചത് ബോധപൂർവമായിരിക്കുമോ? വെറുതെ അങ്ങ് പ്രതിരോധിച്ച് അല്ലെങ്കിൽ ഗുജറാത്ത് ബൗളർമാരെ നേരിടുന്നതിലുണ്ടായൊരു പ്രതിസന്ധിയല്ല, പകരം ഒരു പ്രതിരോധ കോട്ടയിലൂടെ ഒരു 400-480 റൺസ് പടുത്തുയർത്തുക, ഗുജറാത്തിനെ ഈ സ്പിന്നിന് അനുകൂലമായി ബൗളർമാരെ കൂടുതൽ തുണയ്ക്കുന്ന പിച്ചിൽ ഗുജറാത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ 3-4 ദിവസങ്ങളൊക്കെ കഴിയുമെന്ന ആത്മവിശ്വാസമാണോ ഈ പ്രതിരോധിച്ച് കളിക്കാൻ കേരളത്തെ പ്രേരിപ്പിച്ചത്? ഒരു ടീം പ്ലാൻ ആയിരുന്നു? പക്ഷേ തീർച്ചയായും അത് തന്നെ ആയാണ് സാധ്യത. കാരണം ആദ്യ 2 ദിവസങ്ങളിൽ അത് കൃത്യമായി പറഞ്ഞാൽ ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ്. ബാറ്റിംഗെ പിന്തുണച്ച നമുക്കറിയാവുന്നതാണ്, ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. പിച്ചിൽ ആദ്യ ദിവസങ്ങളിൽ ആദ്യത്തെ 2 ദിവസം ശരാശരി ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പൂർണ്ണമായും ബൗളിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചിലേക്ക് മാറും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പരമാവധി നേരം ആ ബാറ്റിംഗ് അനുകൂല പിച്ചിൽ ക്രീസിൽ നിൽക്കുക എന്നുള്ളതാണ് കേരള ബാറ്റർമാരുടെ അല്ലെങ്കിൽ കേരള താരങ്ങളുടെ ഒരു പ്ലാൻ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം കൃഷ്ണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ 2 ദിവസം പരമാവധി പിടിച്ചു നിൽക്കുക, പരമാവധി ഒരു 400 മുകളിലേക്ക് സ്കോർ ഉയർത്തിയതിനു ശേഷം ഗുജറാത്തിനെ ബാറ്റിങ്ങിന് അയക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു ബൗളിങ്ങിന് അനുകൂലമായി, പ്രത്യേകിച്ച് സ്പിന്നിന് അനുകൂലമാകുന്ന ആ ഒരു പിച്ചിൽ ചെറിയ സ്കോറിന് ഗുജറാത്തിനെ ഒതുക്കുക എന്നതായിരിക്കാം എന്തായാലും കേരളത്തിന്റെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും നായകൻ സച്ചിൻ ബേബി ക്രീസിലുണ്ട്. സച്ചിൻ ബേബി 69 റൺസാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം, സച്ചിൻ ബേബി 193 പന്തിൽ നിന്നാണ് 69 റൺസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് പരമാവധി പ്രതിരോധിച്ച് കളിക്കുക, ഒപ്പം വിക്കറ്റ് കളയാതെ കളിക്കുക എന്നുള്ളതാണ് എന്തായാലും കേരളത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം ചെറിയ സ്കോറുകൾ ആണ് ഉയർത്തിയതെങ്കിൽ പോലും താരങ്ങളൊക്കെ തന്നെ പരമാവധി പന്തുകൾ നേരിട്ടാണ് മടങ്ങിയത്. ഇപ്പൊ ഓപ്പണിംഗ് അക്ഷയ് ചന്ദ്രനിലേക്ക് വന്നു കഴിഞ്ഞാൽ 71 പന്തുകൾ നേരിട്ട് 30 റൺസ് എടുത്താണ് അക്ഷയ് ചന്ദ്രൻ മടങ്ങിയത്. രോഹൻ കുന്നുമലാണെങ്കിൽ 68 പന്തുകൾ നേരിട്ടാണ് 30 റൺസ് എടുത്ത് മടങ്ങിയത്. വരുൺ നായനാർ 55 പന്തുകൾ നേരിട്ടാണ് 10 റൺസ് എടുത്ത് മടങ്ങിയത്. ഒപ്പം ജലജ് സക്സേന 83 പന്തിൽ നിന്നാണ് 30 റൺസ് എടുത്ത് മടങ്ങിയത്. നിലവിൽ ക്രീസിലുള്ള സച്ചിൻ ബേബിയും മുഹമ്മദ് അസറുദ്ദീനും, സച്ചിൻ ബേബി 193 പന്തിൽ നിന്ന് 69 റൺസും, മുഹമ്മദ് അസറുദ്ദീൻ 66 പന്തിൽ നിന്ന് 30 റൺസും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പരമാവധി പ്രതിരോധിച്ച് കളിക്കുക, വിക്കറ്റ് കളയാതെ കളിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും കേരളത്തിന്റെ ആ ഒരു സ്ട്രാറ്റജി. ആദ്യ 2 ദിവസം അത് പരമാവധി. അങ്ങനെയെങ്കിൽ നിഖിൽ, ഇന്നത്തെ ആദ്യ മണിക്കൂർ ഒക്കെ വളരെ നിർണായകമാവില്ലേ? തീർച്ചയായും കൃഷ്ണ, നിർണായകം തന്നെയാണ്. കാരണം ആദ്യ മണിക്കൂറുകൾ, ആദ്യ സെഷൻ, അത് ഇന്ന് ആദ്യ സെഷൻ പരമാവധി അടിച്ചു കളിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം പരമാവധി സ്കോർ ഉയർത്തുക. ഇന്ന് രണ്ടാമത്തെ സെഷനോട് കൂടി, അതായത് ഇന്ന് ലഞ്ച് ടീ ആ ഒരു ഉച്ചയ്ക്ക് ശേഷം, അതായത് ആദ്യ 2 സെഷനോട് കൂടിയൊക്കെ തന്നെ ഈ ഒരു പിച്ചിന്റെ സ്വഭാവം സാധാരണഗതിയിൽ മാറി തുടങ്ങുന്ന സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യ സെഷനിൽ പരമാവധി അടിച്ചു കളിക്കുക, പരമാവധി സ്കോർ നേടുക എന്നുള്ളതാണ് എന്തായാലും കേരളം ലക്ഷ്യം വെക്കാൻ സാധ്യത. ഇനി ക്രീസിൽ എത്താനുള്ളത് സൽമാൻ നിസാർ എത്താനുണ്ട്, ഒപ്പം തന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ആദിത്യ സർവദെ എത്താനുണ്ട്. ഒപ്പം MD നിതീഷ്, നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ 10 വിക്കറ്റ് നേടിയ നിതീഷ്, ഒപ്പം ബാറ്റിംഗിലും പല നിർണായക അവസരങ്ങളിലും നങ്കൂരമിട്ട് ഈ സൽമാൻ നിസാറിനൊപ്പം ഒക്കെ ഈ സീനിയർ താരങ്ങൾക്കൊക്കെ ഒപ്പം നങ്കൂരമിട്ട് കളിച്ച ഒരു താരം കൂടിയാണ് നിതീഷ് MD. നിതീഷ് അടക്കമുള്ള താരങ്ങൾ എന്തായാലും ഇനി ക്രീസിലേക്ക് എത്താനുണ്ട്. നിലവിൽ എന്തായാലും 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 എന്ന ആ ഒരു സ്കോറിലാണ് കേരളമുള്ളത്.
തുടർച്ച, ആ ഒരു ഇതിന്റെ തുടർച്ച രാവിലെ 9:30 മത്സരം ആരംഭിക്കുമ്പോൾ അടിച്ചു കളിക്കുക, പരമാവധി സ്കോർ നേടുക എന്നുള്ളത് തന്നെയാകും എന്തായാലും കേരളത്തിന്റെ ഒരു ലക്ഷ്യം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. കൃഷ്ണരാജ്, എന്താണ് രഞ്ജി ട്രോഫി കേരളത്തിന്റെ സാധ്യത? പഴയ പോലൊരു ടീമല്ല നമ്മൾ. കാരണം പണ്ട് ആർക്കും തോൽപ്പിക്കാവുന്ന ഒരു ടീമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലാണെന്ന് തോന്നുന്നു, അതോ വിജയ് ഹസാരയിലാണോ, മുംബൈ വരെ നമ്മൾ തോൽപ്പിച്ചു. അപ്പോൾ നമ്മൾ ഒരു ടീമായി മാറിക്കഴിഞ്ഞു. മറ്റേത് 1-2 പ്രതിഭകൾ മാത്രം. ശ്രീശാന്ത് നന്നായി ബൗൾ ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു, ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ കയറുന്നു. പിന്നീട് പലരുടെയും പേരുകൾ ഉറക്കെ കേൾക്കുന്നു, സഞ്ജു സാംസൺ. അങ്ങനെ ഒരു ഏതെങ്കിലും 1-2 വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ടീമല്ല. ഇറ്റ്സ് എ ടീം, ഒരു ടീമായി കളിക്കുന്നു. ഇപ്പോൾ നല്ല പുതുമുഖങ്ങൾ വരുന്നുണ്ട്, പുതുമുഖങ്ങൾ നന്നായി കളിക്കുന്നുണ്ട്, കുറേ സ്ട്രാറ്റജി ഉണ്ട്, നല്ല കോച്ചുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജയിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുക, ഇത് രണ്ടും സാധ്യമാകുന്ന ഒരു വലിയ ടീമായി കേരളം മാറി. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ 4 ടീമുകളിലൊന്നായി കേരളം ഇപ്പോൾ രഞ്ജി കളിക്കുന്നത്. കഴിഞ്ഞ കുറേ സീസണുകളായി മികച്ച പ്രകടനം കേരളം കാണിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണക്കാരൻ സഞ്ജുവും സച്ചിൻ ബേബിയും ഒക്കെ തന്നെയാണ്. അവരൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്നു, ഒപ്പമുള്ളവർ കൂടെ ചേരുന്നു, അങ്ങനെ ഒരു ടീമാകുന്നു. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് CPM നേതാക്കളുടെ പ്രകോപന പ്രസ്താവനകളിൽ മുനമ്പത്ത് അമർഷം പുകയുന്നു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം പ്രദേശത്തെ ജനവികാരം ഇടത് വലത് മുന്നണികൾക്കെതിരാകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ഡൽഹി ആവർത്തിക്കണമോ എന്ന് ആലോചിക്കണമെന്ന് മുനമ്പം സമരസമിതി നേതാവ് സിജി ജിൻസൺ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നമ്മുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, സുപ്രഭാതം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജിജീഷിന്. ജിജീഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുനമ്പത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള MLA KN ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ജനങ്ങൾ അവരുടെ പരാതികൾ, അവരുടെ വിഷമതകൾ ഇതൊക്കെ MLA അറിയിച്ചിരുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള, രൂക്ഷമായിട്ട് ഒരു വീട്ടമ്മ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ അവരുടെ സമരം ഏകദേശം 130 ദിവസമായി എന്ന് തോന്നുന്നു. വളരെ സമാധാനപരമായിട്ടാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ജിജീഷ്? ഓക്കെ, ഗുഡ് മോർണിംഗ് അന്നമ്പ്യാർ കൃഷ്ണരാജ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ മുനമ്പത്ത് നടക്കുന്നത്. അത് തന്നെ തുടരുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ ജനതയുടെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇടത് വലത് മുന്നണി നേതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും CPMന്റെയും എല്ലാം നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുതന്നെയാണ് അവിടെ ശക്തമായ ഒരു അമർഷവും പരസ്യമായ പ്രതിഷേധവും എല്ലാമായി മാറുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴുത്തിൽ മറിച്ച് അനുകൂലമായി ചിന്തിക്കുകയും തങ്ങൾക്ക് വേണ്ടി പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മുനമ്പം സമരനായിക അടക്കമുള്ള ആളുകൾ, സിജി അടക്കമുള്ളവർ കൃത്യമായി ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉണ്ടായ 2 CPMന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയുന്നത്, ഒന്ന് കൊടിക്കുന്നിൽ സുരേഷാണ് വിവാദ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെ താൻ എതിർത്ത് അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കാരണം ഒരു ജനത അവരുടെ വലിയ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സ്ഥിതി ഒഴിവാക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നു. വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് കരുതിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ, കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP ഇത്തരത്തിൽ പ്രകോപനപരമായ, അല്ലെങ്കിൽ അവരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷിന്റെയും ഒപ്പം തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറിന്റെയും എല്ലാം കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. സക്കീർ വ്യക്തമാക്കിയത് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കും, ജാതി നോക്കാതെ മതം നോക്കാതെ മുഴുവൻ ആളുകളെയും തങ്ങൾ ഒഴിപ്പിച്ചിരിക്കും. അതായത് വഖഫ് അധിനിവേശത്തിലൂടെ എന്താണോ ലക്ഷ്യമിടുന്നത് അത് പൂർത്തീകരിക്കുമെന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു വഖഫ് ബോർഡ് ചെയർമാൻ നടത്തിയിരുന്നത്. ഈ 2 പേർക്കെതിരായ പ്രതിഷേധത്തിന്റെ പരിപാടികളിൽ, അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലാണ് കൃത്യമായി തന്നെ മുനമ്പം ജനത ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി ആവർത്തിക്കും. കാരണം അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഡൽഹിയിൽ കോൺഗ്രസിനെ സമ്പൂർണ്ണ
നരഭൂജരാക്കിയാണ് ജനം അവിടെ പ്രതികരിച്ചത്. അവിടെ BJPയെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റിയത് എന്നതുകൊണ്ട് തന്നെ അതുപോലെ ഒരു ജനവിധിക്ക് കേരളവും കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മുനമ്പം ജനത പറയുന്നത്. കാരണം ഇടതു വലതു മുന്നണികളെ അവർ മടുത്തിരിക്കുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാൻ ഈ രണ്ട് മുന്നണികൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് മുനമ്പം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൽ തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ അക്കാര്യത്തിൽ തങ്ങളോടൊപ്പം നിന്ന ആളുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. BJP നേതാക്കളും BJPയുടെ പ്രവർത്തകരും നിരന്തരം ആ സമരപന്തലിൽ എത്തിയിരുന്നു, തങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു തുടക്കം മുതൽ തന്നെ. മാത്രമല്ല വഖഫ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാരും തങ്ങളുടേതടക്കമുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് അധിനിവേശത്തിന്റെ രൂക്ഷത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അത്തരത്തിൽ തങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കൊപ്പമായിരിക്കും നിലപാട്. സ്വാഭാവികമായും മുനമ്പത്ത് പഞ്ചായത്തിലാണെങ്കിലും ഒപ്പം തന്നെ നിരവധി വാർഡുകളിലാണെങ്കിലും തന്നെ അവിടെ ഈ ഒരു പ്രഖ്യാപനം വലിയ തോതിൽ തന്നെ ഇടത് വലതു മുന്നണികളെ ബാധിക്കുന്നതാണ്. കാരണം മുനമ്പം ജനത അത്തരമൊരു തീരുമാനമെടുത്താൽ ഇത്തവണ ഇടത് വലതു മുന്നണികൾക്ക് വോട്ടില്ല, പകരം BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നൊരു തീരുമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നറിയിപ്പായി സ്വീകരിക്കാൻ തയ്യാറാവുകയും അത് അത്തരം നിലപാടുമായി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് ആ മേഖലയിലുള്ളത്. വലിയൊരു വോട്ടിൽ ഭൂരിപക്ഷത്തിലൂടെ അവിടെ നിരവധി വാർഡുകൾ പിടിച്ചെടുക്കാൻ BJPയെ സംബന്ധിച്ചിടത്തോളം NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ മുനമ്പം മാറുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവനകളും പ്രസംഗങ്ങളും എല്ലാം വ്യക്തമാക്കുന്നത്. ജിജീഷ് കൃഷ്ണരാജ്, മുനമ്പത്തുകാരുടെ അമർഷം പോകുകയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, അവിടെ MLA ചെന്നപ്പോൾ അവരുടെ പ്രതികരണം അത് വലിയ ചർച്ച ആയതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം. നിങ്ങൾ എന്നോട് മര്യാദയോടെ പെരുമാറണം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ശരിക്കും ഇപ്പോൾ അത് പൊളിറ്റിക്കലാണെന്ന് പറയാം. കാരണം ഞങ്ങളെ വേണ്ടാത്തവർ ഞങ്ങൾക്കും വേണ്ട തീരുമാനത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്സ് കളിക്കാമെങ്കിൽ ഞങ്ങൾ ഇനി നിങ്ങളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ ഉറക്കെ പറയുകയാണ് ഓരോ വാക്കുകളും. അല്ല, അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എളുപ്പമാണല്ലോ പറഞ്ഞു വെക്കാൻ, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. പക്ഷേ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് അതിനോടുള്ള ഇവരുടെ സമീപനം എന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല പരസ്യ യോഗങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വഖഫ് ഭൂമി അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്ന രീതിയിലാണ് ഈ MLA അടക്കമുള്ളവർ സംസാരിച്ചത്. അതും ആ വീട്ടമ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാറ് പൊതുയോഗത്തിൽ ഇങ്ങനെയല്ലേ പ്രസംഗിച്ചത്, ഇവിടെ വന്ന് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു. അതായത് മുനമ്പം ശരിക്കും ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഇരട്ടത്താപ്പുകളെ തുറന്നു കാട്ടുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. കാരണം വോട്ട് വേണ്ടവർ അവിടെ വോട്ടിന് വേണ്ടി അവർക്ക് മുന്നിലേക്ക് എത്തി എന്തെങ്കിലുമൊക്കെ പറയുന്നു, അത് വേണ്ടാത്തവർ മാറി നിന്ന് തിരിച്ചു പറയുന്നു. അപ്പോൾ കാപട്യം എന്തായാലും തുറന്ന് കാട്ടപ്പെട്ടു. അത് അവിടെയുള്ള ആ ജനത അത് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിനിയൊരു അവസരം വരുമ്പോൾ അവരാരോടൊപ്പമാണ് എന്ന് അവർ വോട്ടിനേക്കാൾ വലിയൊരു ആയുധമില്ലല്ലോ. യെസ്, തീർച്ചയായും. സൗഹൃദങ്ങൾ പൂത്തുലയേണ്ട നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്തകളാണ്. മനസാക്ഷി മരവിപ്പിക്കുന്ന സംഭവങ്ങൾ. അത് തുടർക്കഥയായി ഓരോ ദിവസവും നമുക്ക് മുൻപിലെത്തുകയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയ ഹോസ്റ്റൽ മുറികളും ഇടിമുറികളും. റാഗിംഗ് എന്ന പേരിൽ അരങ്ങേറുന്ന ഈ ക്രൂര വിനോദം അവസാനിപ്പിക്കേണ്ടതല്ലേ? ജനം TV പ്രത്യേക ക്യാമ്പയിനിലേക്കാണ് ഇനി കലാലയങ്ങളിലെ കാടത്തം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ റാഗിങ്ങിനിരയായി മരണപ്പെട്ടിട്ട് ഇന്നൊരു വർഷം തികയുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പുത്തൻപുലരിയിൽ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളും അമ്മാവനും ചേരുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന ആ ഓർമ്മകൾ അതവർ പങ്കുവയ്ക്കുന്നു. സത്യത്തിൽ അത് നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക? റാഗിങ് പണ്ട് മുതലേ കേരളത്തിലെ കോളേജുകളിലുണ്ട്. പക്ഷേ പുതിയ കാലത്തും അതൊക്കെ തുടരാൻ അനുവദിക്കുന്ന വിധത്തിൽ സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെയും കണ്ണടയ്ക്കുമ്പോഴാണ് അതിൻ്റെ വേദന കൂടുന്നത്. എന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്തും കേരളത്തിൽ റാഗിങ്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം.
സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ, അമ്മാവൻ ഒപ്പം ശരിയാണ്. കൃഷ്ണരാജ്, ഈ വിഷയം ആദ്യമായിട്ട്, അതായത് സിദ്ധാർത്ഥൻ ക്രൂരമായ റാഗ് ചെയ്യപ്പെട്ട വിഷയം ആദ്യമായി ജനം TV ആണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഷിബുവിൻ്റെ ഒരു സുഹൃത്ത് എന്നെയാണ് ആദ്യം ബന്ധപ്പെടുന്നത്. ഇങ്ങനെയൊരു വിഷയം നടന്നിട്ടുണ്ട്. അവർ പല മാധ്യമങ്ങളെയും സമീപിച്ചു, പക്ഷേ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഇടപെടലുണ്ടാകുന്നില്ല. ഇതൊന്ന് ടേക്കപ്പ് ചെയ്യണം, ഞങ്ങൾ സംശയിക്കുന്നു സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന്. സിദ്ധാർത്ഥനെ ദിവസങ്ങളോളം ഇവരുടെ കസ്റ്റഡിയിൽ വെച്ച്, അതായത് SFI നേതാക്കന്മാരുടെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നതാണ് എന്ന സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിന് ജനം TV മുൻകൈ എടുക്കണമെന്നൊരു അഭ്യർത്ഥന ഷിബുവിൽ നിന്ന്, ഷിബുവിൻ്റെ സുഹൃത്ത് വഴി അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള ശാലിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ഞങ്ങൾ വഴിയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഷിബു ചേരുന്നുണ്ട്. ഷിബു, ഗുഡ് മോർണിംഗ്. സിദ്ധാർത്ഥൻ്റെ സ്മൃതി ദിനം ആണ് ഇന്ന്. 1 വർഷം പൂർത്തിയാവുകയാണ്. അറിയാം ആ വേദനയിലാണ് ഇന്ന് എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിലും നമ്മൾ ഇന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് ഷിബു. അതായത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ടും പൂക്കോട് ക്യാമ്പസിൽ അവിടെ ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടും വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കോളേജ് ഓഫ് നഴ്സിംഗിൽ സമാനമായിട്ടുള്ളൊരു സംഭവം നടന്നു. കൃഷ്ണരാജ്, അതായത് സിദ്ധാർത്ഥൻ പീഡിപ്പിക്കപ്പെടുന്നു. സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്ക് സിദ്ധാർത്ഥനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ സുഹൃത്ത് അക്ഷയ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് സംശയമുണ്ട്, എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ഒരു പക്ഷേ സിദ്ധാർത്ഥൻ്റെ കുടുംബം അന്ന് പൂക്കോട് പോയിരുന്നെങ്കിൽ, ആ സംശയത്തിൻ്റെ പുറത്ത് പോയിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇവിടെ ആ കുട്ടി, കോട്ടയത്ത് സംഭവിച്ചത്, ആ കുട്ടി അച്ഛനോട് പറയുന്നു, അല്ലേ, സ്ഥിരം പൈസ ചോദിക്കുകയാണല്ലോ, 800 രൂപ വെച്ച് ചോദിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ അറിഞ്ഞു, അവർ കൃത്യസമയത്ത് ഇടപെട്ടു. അതുകൊണ്ട് 5 പേരുടെ ജീവൻ രക്ഷിക്കാനായി എന്നുള്ളതാണ്. ഷിബു, അന്ന് അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ, പൂക്കോട് പോയിരുന്നെങ്കിൽ, അല്ലേ, സിദ്ധാർത്ഥൻ ഇന്ന് ജീവിക്കുമായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എങ്കിലും അറിയേണ്ടത്, റാഗിങ് ഇപ്പോഴും തുടരുകയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ പോലും. മിഹിർ എന്ന ഒരു വിദ്യാർത്ഥി കൊച്ചിയിൽ മിഹിർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ 26ാമത്തെ നിലയിൽ നിന്നാണ് താഴേക്ക് ചാടിയത്. വിദ്യാലയങ്ങളിൽ പോലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ അധികൃതർ ഇപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടുന്നു എന്നല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ, എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നില്ലല്ലോ. എങ്ങനെ നോക്കിക്കാണുന്നു സിദ്ധാർത്ഥൻ്റെ ഈ സ്മൃതി ദിനത്തിൽ ഈ വിഷയത്തെ ഗൗരവത്തോടെ സമീപിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഷിബു, ഇന്നത്തെ ദിവസം എന്താണ് ഷിബുവിന് പറയാനുള്ളത്? സാർ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇടപെടൽ നടത്തി നമ്മൾ അത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ അവിടെ ഒരു കാര്യം, സിദ്ധാർത്ഥൻ സംസാരിക്കുമ്പോൾ ലിമിറ്റഡ് വേർഡ്സ് ആയിരുന്നു. അത് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. അക്ഷയിന്, പ്രത്യേകിച്ച് അക്ഷയിന്, അവൻ സിദ്ധാർത്ഥൻ സംസാരിക്കുന്നതിൽ വളരെ സംശയം തോന്നിക്കത്തക്ക രീതിയിലൊന്നും നമുക്കന്ന് ലഭിച്ചിരുന്നില്ല. സാധാരണ ടോക്കിൽ ഞാൻ കിടക്കുന്നു, കുഴപ്പമില്ല, പിന്നെ വിളിക്കാം. അപ്പോൾ അക്ഷയ്, ഞങ്ങൾ ഇത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ അന്ന് ഇത് സ്പോർട്സ് ഡേ ആണ്, എന്തെങ്കിലും പ്രശ്നം ഇതുണ്ടോ, ക്ഷീണമുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും. പക്ഷേ ഈ സമയത്തെല്ലാം അക്ഷയ് ഇവനെ കിട്ടാതെ വരുമ്പോൾ അക്ഷയ് വിളിക്കുമ്പോൾ അക്ഷയ് പറയാണ്, അയ്യോ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഇന്ന് കിടക്കുകയാണ്, നമ്മളെല്ലാവരും കിടക്കുകയാണ്, ആരും എണീറ്റിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് അവൻ ഈ ഫോൺ വെച്ച് നമ്മളെ കൃത്യമായി ബ്രെയിൻ വാഷ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഒരു പൊടിക്ക് പോലും സംശയം ഞങ്ങളിൽ ഉണ്ടാക്കാത്ത രീതിയിൽ, ആ രീതിയിൽ അവൻ്റെ ഒരു ചെറിയൊരു സംശയം, സാർ നേരത്തെ പറഞ്ഞത് ശരിയാണ്, കുറച്ച് നമുക്കൊരു ആശങ്ക വരുന്നൊരു സംശയം വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് പോകാൻ
സുഖമായിട്ട് സത്യത്തിൽ സാർ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ ആ ഹോസ്റ്റൽ റൂമിലോട്ട് ഞങ്ങൾക്ക് എത്രത്തോളം കയറി ചെല്ലാൻ കഴിയുമെന്നറിയില്ല. കാരണം അത്രയ്ക്ക് ഒരു താലിബാൻ പോലത്തെ ഒരു ഗുണ്ടായുസമാണ് അതിനകത്ത് കണ്ടത്. നമുക്കറിയാം. അതിനകത്ത് ഞങ്ങൾ കയറിയാൽ ഞങ്ങളെപ്പോലുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെയും അവരെ ഉപദ്രവിക്കുമായിരുന്നു. അത് ശരിയാണ്. എന്നിരുന്നാലും പരിക്കുകളോടെങ്കിലും അവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അത് കൃത്യമായി അവരുടെ ഒരു പ്ലാൻഡ് മർഡർ ആയതുകൊണ്ട് അവരതെല്ലാം കരുതിക്കൂട്ടിയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ആ ഒരു അവസരം ലഭിക്കാതെ പോയി. പിന്നെ കലാലയ രാഷ്ട്രീയം ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. സിദ്ധാർത്ഥൻ്റെ കേസിൽ ഞങ്ങൾ വളരെ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് സാറിനെയാണ് കണ്ടത്. എൻ്റെ സുഹൃത്താണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും ബന്ധുവാണ് ബിനു ആണ് സാറിനെ കണ്ട് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. ഉടനെ തന്നെ സാർ കുറച്ച് കഴിയും മുന്നേ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ശാലിനി മാഡം ഇവിടെ എത്തുകയും ചെയ്തു. ഞങ്ങളെന്ന് ബൈറ്റെടുത്തു, തുടക്കം കുറിച്ചു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് മറ്റുള്ള മാധ്യമങ്ങളെ ഏറ്റെടുത്തത്. അപ്പം എന്തായാലും ജനം തന്നെയാണ് ആദ്യമായി സാറാണ് അവരെ ശാലിനി മാഡത്തിനെ വിട്ടത്. അപ്പം ഇത്തരത്തിൽ ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് ആ ഒരു സംഭവം അന്ന് വെളിയിൽ വന്നത്. അപ്പം ക്രൂരമായ മർദ്ദനങ്ങൾ കഴിഞ്ഞു, സിദ്ധാർത്ഥൻ മരണപ്പെടുന്നു, ഞങ്ങൾ അവിടെ ചെല്ലുന്നു. സാധാരണ ആ സമയം മുതൽ ഡീൻ നാരായണൻ തൊട്ട് പോലീസ് ഓഫീസറായ മണി വരെ, SI മണി വരെ പറയുന്നു ഇതൊരു സാധാരണ ആത്മഹത്യയാണ്, ഒരു പ്രേമ നൈരാശ്യത്തിലുണ്ടായ ആത്മഹത്യയാണ്, വേറെ ഒന്നും സംശയിക്കത്തക്കതില്ല എന്ന് പറഞ്ഞു വിടുന്നു. ഈ പ്രതികളായ കുട്ടികൾ, ഈ ക്രിമിനലുകൾ SFIയുടെ നേതാക്കൾ തന്നെയാണ്, ഭാരവാഹികൾ തന്നെയാണ്, ചെയർമാനും വൈസ് പ്രസിഡന്റും ഇവരായ 5 പേരും ആ സ്ഥലത്ത് നമ്മളോടൊപ്പം ഉണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന താങ്കൾ കേട്ട് കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സിദ്ധാർത്ഥൻ്റെ ഈ മരണത്തിന് പിന്നിൽ SFI അല്ല, SFI നേതാക്കൾക്ക് പങ്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് MV ഗോവിന്ദൻ. എന്താണ് അത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാർ. കേരളത്തിലുള്ളവർ അരിയാഹാരമല്ലേ കഴിക്കുന്നത്. ഈ SFIയുടെ ഇവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവർ സംസാരിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ തന്നെ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തു ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുവെച്ചാൽ അവർ സേഫായി ഇത് ആത്മഹത്യയാണെന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മാധ്യമങ്ങളിൽ കൂടെയും ആ കോളേജിൽ നിന്നും അറിയാൻ പറ്റിയ വിവരങ്ങൾ വെച്ച് ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം ഈ കേസ് നമുക്ക് ഇതുവരെയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഇതൊരു സാധാരണ ആത്മഹത്യയാക്കി ഇവർ മാറ്റിയനായിരുന്നു. ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പോലും ഇവർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. അവർ സാധാരണ രീതിയിലായതുകൊണ്ട് വലിയ രീതിയിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് ആ ഡോക്ടറും നല്ല മനുഷ്യനായതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ എത്താൻ പറ്റിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മുതൽ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു മരണം കോളേജിൽ സംഭവിച്ചപ്പോൾ ആ കൃത്യമായ ഇടപെടലുകൾ കോളേജ് അധികൃതരിൽ നിന്ന്, ഡീനിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം അവിടെ എന്ത് ചെയ്തു, ഉടനെ തന്നെ കൃത്യമായി പോലീസിൽ വെച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി ഇടപെടൽ നടത്തി. ആ ഗോൾഡൻ അവേഴ്സ് അറിയാമല്ലോ സാർ, പോലീസിൻ്റെ ഗോൾഡൻ അവർ, ഈ ഗോൾഡൻ അവർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് എവിടെ എത്തുമെന്ന് നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു കാര്യവും സിദ്ധാർത്ഥൻ്റെ പേഴ്സണൽ തിങ്സ്, അവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ണടയാണ്. ആ കണ്ണട എവിടെ പോയി ഇതുവരെയും തെളിവില്ല. അവൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ ആ സമയത്ത് ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ അവൻ ഹാങ് ചെയ്യാൻ ഉപയോഗിച്ച സാധനം ഇന്നുവരെയും കിട്ടിയിട്ടില്ല. അപ്പം ഇതൊന്നും ചെയ്യാതെ നാരായണൻ്റെ നേതൃത്വത്തിൽ ആ കോളേജ് ഹോസ്റ്റൽ കഴിവ് വൃത്തിയാക്കുകയും ശുചിമുറി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസിലോ ഹോസ്പിറ്റലിലോ എത്തിച്ചത്. അപ്പം അവിടെ നിന്നൊക്കെ ഞങ്ങൾക്കറിയാം ആദ്യം മുതൽ തന്നെ ഇടപെടലുകൾ നടത്തി. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന നേതാവായ ആർഷയും 3 ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്തു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് ആത്മബലം കൊടുക്കാൻ പോയെന്നാണ്. അപ്പം കൃത്യമായ പ്ലാൻഡ് ആണിത്. ഇത് പ്ലാൻ ചെയ്തു. SFIയുടെ നേതൃത്വത്തിലല്ല എന്ന് സാറിൻ്റെ അടുത്ത് നേരത്തെ ഗോവിന്ദൻ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇതൊരു ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ ഉണ്ടായ ഒരു മരണമല്ല, നമുക്ക് ഉറപ്പാണ്. കാരണം സിദ്ധാർത്ഥനെ 8 മാസത്തോളം SFIയുടെ ഈ ഭാരവാഹികൾ നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ റാഗ് ചെയ്തിരിക്കുന്നു. ഒരു പോലീസിൻ്റെ ഒരു ഗുണ്ടയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും SFIയുടെ ചെയർമാൻ്റെ റൂമിൽ ചെന്ന് ഒപ്പിടണം.
അവൻ്റെ ബർത്ത്ഡേക്ക് തൂണിൽ കെട്ടിവെച്ച് വിവസ്ത്രനാക്കി കാലിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ പോകുന്നു. 350ഓളം മദ്യക്കുപ്പികൾ അടുക്കി വയ്പ്പിക്കുന്നു. അവന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അവൻ്റെ ഡ്രസ്സിലൊക്കെ നമ്മൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് ആലോചിക്കുന്നത്. വീട്ടിൽ വരുമ്പോഴൊക്കെ അവന് ഇഷ്ടം പോലെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവൻ ഇട്ടുകൊണ്ട് വരുന്നത് വളരെ മോശമായ ഡ്രസ്സുകളാണ്. ഞങ്ങൾ അവിടെ അവൻ്റെ ബിലോങ്സ് എടുക്കാൻ പോയപ്പോൾ അവൻ്റെ അത്തരത്തിലുള്ള ഒരു ഡ്രസ്സും കാണാനില്ല. ഷിബു, അതെല്ലാ ക്യാമ്പസുകളിലും എല്ലാ ഹോസ്റ്റലുകളിലും, അതായത് SFIക്ക് അപ്രമാദിത്വമുള്ള എല്ലാ ക്യാമ്പസുകളിലും എല്ലാ ഹോസ്റ്റലുകളിലും അങ്ങനെയാണ്. നല്ല വസ്ത്രങ്ങൾ അവർ അടിച്ചു മാറ്റും. ഇവർ ഈ ക്രൂരത കാണിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള മോഷണമുണ്ട്, അടിച്ചു മാറ്റൽ, ഇതൊക്കെയുണ്ട്. ഇതാണ് SFIയുടെ മുഖമുദ്ര, ഇതാണ്. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൈയൊഴിയുകയും ചെയ്യും. അതെങ്ങനെയാലും കണ്ടുപഠിക്കുകയല്ലേ. TPA കൊന്നുവന്ന് ഇനിയും സമ്മതിച്ചിട്ടുണ്ട്. വേണമല്ലോ, എന്തായാലും ജൂനിയർ കുറേ ഗുണ്ടകളെ വാർത്തെടുക്കണമല്ലോ. അതാണല്ലോ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഇത്തരക്കാർ വേണമല്ലോ. എന്നിട്ട് പോലും ഇവർക്ക് തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു മാനസാന്തരം പോലും ഇല്ല എന്നുള്ളതാണ്. അതിങ്ങനെ തുടരുകയാണ്. ഇനി നമുക്ക് സിദ്ധാർത്ഥൻ്റെ അമ്മയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. വളരെ എത്രമാത്രം പ്രയാസപ്പെട്ടാകും അതിജീവിക്കുന്നത് ഒരമ്മ എന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അമ്മ, ഈ ഫേസ്ബുക്കിൽ ഒരു 2-3 വരി കുറിച്ചിരുന്നത് പണ്ട് വായിച്ചിട്ടുണ്ട്. അതായത് ഈ എൻ്റെ കുഞ്ഞും അവൻ്റെ വിലയേറിയ യൗവനം രാജ്യത്തിന് നൽകി. ആ കോളേജിലെ മറ്റു കുട്ടികളെ കുറച്ച് നരഭോജികളിൽ നിന്ന് രക്ഷിച്ചു. അതാണ്, എൻ്റെ മകൻ മരിച്ചുവെങ്കിലും കുറച്ചുപേർ രക്ഷപ്പെട്ടല്ലോ എന്നൊരാശ്വാസം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. നോക്കൂ, ഇപ്പോൾ എത്രയെത്ര കോളേജുകളിലാണ് അതേ വാർത്ത നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരുന്നത്, അതേ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അമ്മ പറഞ്ഞ ആ വാക്ക് നരഭോജി, അതിപ്പോഴും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ വാക്ക് പറയാൻ ചിലവർ പറയും മൃഗങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ക്രിമിനൽസ്. അതൊന്നുമല്ല. മൃഗങ്ങൾ ഒരു ഇരയെ പിടിക്കുന്നത് ഓട്ടിച്ചിട്ട് കിട്ടുമെങ്കിൽ കിട്ടും. ആ ഇര അത്രത്തോളം ശക്തി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ നോക്കി പോകും. ഇത് ഓട്ടിച്ചിട്ടല്ല, ഇത് കെട്ടിയിട്ട് ഫ്രണ്ടിലിട്ട് ഒരാളല്ല എത്രയോ പേർ. അപ്പോൾ ഇത് നരഭോജികളാണ്. അവർ രക്തം ദാഹിക്കുന്ന നരഭോജികൾ. ഇവരെ കോളേജിന് പുറത്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ കോളേജിലെ മറ്റുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി സമാധാനത്തോടെ. അത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്തു ഞങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, അവൻ്റെ ജീവൻ അവിടെ കൊടുത്ത് കുറേ വരെ രക്ഷപ്പെടുത്തിയത്. സാറ് നേരത്തെ പറഞ്ഞു അക്ഷയ് വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അക്ഷയെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഉടനെ റഹാനെ വിളിക്കും. റഹാൻ ഇപ്പോഴത്തെ പ്രതിയാണ്. ഇല്ലെങ്കിൽ ഡീനിനെ വിളിക്കും, അദ്ദേഹവും ഇപ്പോഴത്തെ പ്രതിയാണ്. അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡനെ വിളിക്കും, അദ്ദേഹവും പ്രതിയാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. അവരാണ് പറഞ്ഞത് ഇതൊരു സാധാരണ മരണമാണെന്ന്. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു, എവിടെ നിന്നൊരു സൂചന കിട്ടുമായിരുന്നു? ആരെ പ്രതീക്ഷിക്കും? നമ്മൾ ആരെ കയ്യിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഏൽപ്പിക്കേണ്ടത്? ഈ സീനിയേഴ്സും അധ്യാപകരും ചേരുന്ന ഒരു ഗുണ്ട സംഘത്തിൻ്റെ കയ്യിലാണോ? 1 വർഷമായി. അതിനു മുൻപേ ഇവർക്ക് തിരികെ കയറാനുള്ള എല്ലാ പഴുതുകളും അടച്ച് കയറ്റി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ധൈര്യം? അവർക്ക് ധൈര്യമാണ്, സംരക്ഷിക്കാൻ ആളുണ്ട്. എന്ത് ചെയ്തിരുന്നാലും, കൊല ചെയ്തിരുന്നാൽ പോലും നിങ്ങൾക്ക് കയറി പഠിക്കാം, ഞങ്ങളുടെ ഭാവി സേഫാണ്. ഈ ധൈര്യം, ഈ സംരക്ഷണം. ശിക്ഷ കൊടുക്കുമ്പോൾ പ്രതികൾക്ക് മാത്രമല്ല, അതിന് കൂട്ടുനിന്നവർക്ക്, കോളേജിലെ എല്ലാ പേർക്കും, അത് കേട്ടു നിന്നവർ. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടന്ന കാര്യങ്ങളല്ല. 8 മാസം, 4 മാസം, 3 മാസം, ഇതെല്ലാം അറിയുന്ന എല്ലാം ഇതുപോലെയുള്ളതാണ്. അമ്മ, ഈ അക്ഷയെയും പ്രതി ചേർക്കേണ്ടതായിരുന്നില്ലേ അല്ലേ? അക്ഷയ്ക്ക് സഹായകരമായത് അക്ഷയുടെ ഒരു ബന്ധു
ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവ്. തുടക്കം മുതൽ അക്ഷയിന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും പറഞ്ഞിരുന്നു. പക്ഷേ അക്ഷയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് തോന്നുന്നു പോലീസ്. പക്ഷേ അക്ഷയെ വെറുതെ വിടുകയായിരുന്നു അല്ലേ? അക്ഷയല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു കൾപ്രിറ്റ്? അക്ഷയെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതായിരുന്നു. അക്ഷയെ അറിഞ്ഞതും മറച്ചു പിടിച്ച വലിയ കുറ്റമാണ്, വലിയൊരു ഒഫൻസാണ് അത്. അക്ഷയ്ക്ക് അറിയാം. കാരണം ഇത്രയും ദിവസത്തെ പീഡനത്തിന് ശേഷം ആണ് സിദ്ധാർത്ഥ് ഒന്നും സംസാരിക്കാനാവാതെ, അമ്മയുടെ അടുത്ത് എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റാതെ, ചെറിയ ചെറിയ വാക്കുകൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. ആ സമയത്ത് അക്ഷയ്ക്കെല്ലാം അറിയാം. അക്ഷയൊന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആണ് സിദ്ധാർത്ഥൻ്റെ അവസ്ഥ എന്ന് അമ്മയെ ധരിപ്പിച്ചിരുന്നെങ്കിൽ, ഇവരുടെ മുമ്പ് നിന്ന് പറയണ്ട, പുറത്തിറങ്ങി പറയാമല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടായേനെ. അതിൻ്റെ എല്ലാ വഴികളും അടച്ചത് അക്ഷയാണ്. അമ്മയ്ക്കിപ്പോഴും സംശയമില്ലേ? അക്ഷയുടെ റോള് അത് അധികം പുറത്തു വന്നില്ലല്ലോ അല്ലേ? ഞങ്ങൾ അന്ന് മുതൽ ഞാൻ ആ ഒരു വാക്ക് മാത്രം പറയണം. ഞാൻ അക്ഷയാണ് വിളിച്ചത്. മോനെ എത്തിയോ? അവൻ വിളിച്ചില്ല, ഒന്ന് വിളിക്കാൻ പറയോ? ആൻറ്റി ഇവിടെ എത്തി കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അവൻ്റെ ഫോണിൽ നിന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. പറയാം. അന്ന് വിളിക്കുന്നു. അത് 16-ാം തീയതി രാവിലെ. 17-ാം തീയതി ഞാൻ മെസ്സേജ് ഇടുന്നു, അക്ഷയ് മോനെ അവനെ ഫോൺ എടുക്കുന്നില്ല, ഒന്ന് എൻ്റെ അടുത്ത് വിളിക്കാൻ പറയുമോ. 18-ാം തീയതി ഞാൻ വിളിക്കുന്നു. ഇത് സംഭവം നടന്നതിന് ശേഷം എന്ത് പറ്റുമോനെ? ഇല്ല ഒന്നുമില്ല ആൻറ്റി. അത് വൈകിട്ട് 5:30 വരെയും അവൻ ആ കള്ളത്തരം പറഞ്ഞു. അവൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ, അല്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവനാണ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. 3 ദിവസം ഒരു വാക്ക് ഞങ്ങളടുത്ത് പറയണ്ട, അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ ഒന്ന് ആൻറ്റിയെ വിളിച്ച് പറയുമെന്ന്. ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ അവർക്കും ഞാൻ അന്നം വിളമ്പി എന്ന് പറയുന്നുണ്ടല്ലോ, ആർക്ക്? ആ പ്രതികൾ ഇവിടെ വന്നപ്പോൾ, മോൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടായിരുന്നവരിൽ 5 പേരും ഇപ്പോൾ പ്രതികളാണ്. ഞാൻ അടുത്തിരുന്ന് വിളമ്പി കൊടുത്തത്. ഞാൻ അവരുടെ ഒരാളുടെ പോലും പേര് വിളിച്ചില്ല. മക്കളെ മോനെ എന്നാണ് വിളിച്ചത്. ഞാൻ ആരെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിളമ്പി കൊടുത്തത്. അവരിൽ ആരെങ്കിലും ഒരാൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശും ഉണ്ട്. ഈ ഒരു വർഷം നിങ്ങളെങ്ങനെ ആ ഒരു വർഷം കടന്നുപോയി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത്രമാത്രം വേദനയോടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നറിയാം. പക്ഷേ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ആണ് ജയപ്രകാശ് ഉൾപ്പെടെയുള്ള. ശ്രീ ജയപ്രകാശ്, തുടക്കം മുതൽ അല്ലേ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ അവിടുത്തെ പോലീസ് പറഞ്ഞു, ഇത് അന്വേഷിച്ച ലോക്കൽ പോലീസ് പറഞ്ഞു ഇതൊരു ആത്മഹത്യയാണ് എന്ന്. ആ ഒരു കൺക്ലൂഷനിൽ അവർ എത്തി. അന്ന് തൊട്ടുള്ള ഈ അട്ടിമറിക്കൽ അല്ലേ. ഒടുവിൽ CBI വന്നു, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു, CBI വന്നു. പക്ഷേ CBIയും ഈ അന്വേഷണത്തിൻ്റെ ചുവട് പിടിച്ചാണ് പോയത്. CBI വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇടപെടലുകൾ നടന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം, ശ്രീ ജയപ്രകാശ്? അതെ, തുടക്കം മുതൽ അവിടെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് തുടങ്ങിയത് മുതൽ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ SI മുതൽ ഈ കേസ് അട്ടിമറിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത്. രണ്ടാമത് അവിടുത്തെ പോലീസ് കൽപ്പറ്റ DYSP അന്വേഷിച്ച് തുടങ്ങി. അത് അന്വേഷിച്ച് അതിൻ്റെ പകുതിയോളം എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ റൂട്ട് മനസ്സിലായി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിൽ ഞാനൊരിക്കലും ആ ഉദ്യോഗസ്ഥനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. അവർക്ക് പൊളിറ്റിക്കൽ പ്രഷർ അതിനൊരു പരിധിയുണ്ട് അവർക്ക് താങ്ങുന്നതിന്. ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങിച്ച് കഴിക്കില്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം.
അത് അവരെ തീരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും CBI അന്വേഷണത്തിലോട്ട് പോകാൻ തീരുമാനിച്ചത്. അത് വേണമെന്ന് പറഞ്ഞത് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അത് ആ പ്രഖ്യാപിച്ചിട്ട് 1-2 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്തെങ്കിലും അവർ അതിനായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ പേപ്പർ അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങളെല്ലാം അയക്കേണ്ട സ്ഥലത്ത് അയച്ചു കൊടുക്കണം. അത് സർക്കാരിൻ്റെ ജോലിയാണ്. ഇവിടെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് മാക്സിമം അതിനെ ലാഗ് ചെയ്തുകൊണ്ട് അത്രയ്ക്ക് അവർ ലേറ്റാക്കി കൊണ്ടുപോയി. മനഃപൂർവ്വം നീക്കിക്കൊണ്ട് പോയ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വല്ല വീഡിയോ കാര്യങ്ങളോ 130ഓളം അവർക്ക് മൊബൈൽ പരിശോധിക്കാനുണ്ട്. എവിടെ ഈ ക്യാമ്പയിനാണ് 130ഓളം മൊബൈലിൽ അവർ പരിശോധിച്ച് അവരെടുത്ത് കളഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് കളയാനായിട്ടുള്ള സമയം അവരെടുത്തു. നമ്മൾ വീണ്ടും അന്വേഷിച്ച് പോയി എന്തുകൊണ്ട് ഈ കേസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അന്ന് അന്വേഷിച്ചപ്പോഴേ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് അത് പേപ്പർ നമ്മൾ അയച്ചത് മാറിപ്പോയി, ഡൽഹിയിൽ അയക്കേണ്ട പേപ്പർ കൊച്ചിയിലായിപ്പോയി. വളരെ നിസ്സാരമായിട്ട് പറയുക. കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും നാളത്തേക്ക് ശേഷമാണ് ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ദിവസവും ഓരോ CBI അന്വേഷണമില്ല, മാസം തോറും ഓരോ CBI അന്വേഷണമില്ല. എന്നിട്ട് അവർ തെറ്റായിട്ടൊരു പേപ്പർ അവിടെ ഒരു ഡൽഹിയിൽ കൊടുക്കേണ്ടത് കൊച്ചിയിൽ കൊടുത്തു. പിന്നെ എന്തുകൊണ്ട് കൊടുത്തു എന്നൊരു മീഡിയയും കാര്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേ അവർക്ക് സർക്കാരിൻ്റെ മോൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ 2 പേരെ സസ്പെൻഡ് ചെയ്തു. നിങ്ങളാണ് കുറ്റം ചെയ്തത്, പേപ്പർ ഇന്ന് തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഹാൻഡിൽ ഇവിടെ നിന്ന് കൊടുത്തു വിട്ടു. ആ രീതിയിലൊക്കെ അവർ നല്ല രീതിയിൽ കേസ് അട്ടിമറിച്ച് കൊണ്ടുപോയി. അവസാനം ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ശരി, ഞാനിപ്പോൾ അതിൽ നീതി കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് ഞാൻ ശരിക്കും ആധികാരികമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തട്ടെ. അതിൻ്റെ പ്രതിവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ബാധിക്കുമല്ലോ. വാദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കൊലപാതകങ്ങൾക്ക് അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ ഇപ്പോൾ കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. കുറ്റപത്രം കൊടുത്തിട്ടുള്ളതാണ്, സെൻട്രൽ ഏജൻസി അന്വേഷിച്ചതാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് കിട്ടിയോ കിട്ടിയില്ലോ എന്നൊന്നും ഒരിക്കലും ആധികാരികമായി ഇപ്പോൾ പറയുന്നില്ല. അവരന്വേഷിച്ചു, ഓക്കെ. പക്ഷേ കോടതിയിൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഇനി എൻ്റെ പ്രതീക്ഷയും എൻ്റെ നോട്ടവും അങ്ങോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കൊലയാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ, അതിനപ്പുറം ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കൊലയാണ്, ആസൂത്രിതമായ കൊലയാണെന്നും 100% ഉറപ്പാണ്. ചെയ്തത് അതാണ് നമുക്ക് പേടിയെന്നല്ല, അതിൻ്റെ ആശങ്ക. ചെയ്തത് എന്ന് പറഞ്ഞാൽ SFIയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ചെയ്തിരിക്കുന്നത്. 5 പേര് നേതാക്കന്മാർ, ബാക്കിയുള്ളവർ പ്രവർത്തകർ, സെക്രട്ടറി, പ്രസിഡന്റ്, യൂണിറ്റ് സെക്രട്ടറി, യൂണിറ്റ് പ്രസിഡന്റ്, ചെയർമാൻ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഈ ക്രിമിനൽസാണ് ഇതിൻ്റെ പ്രതികൾ. ആ പ്രതികളെ രക്ഷിക്കാനായിട്ട് അവരെ മാതൃസംഘടന ചെയ്തേ പറ്റുള്ളൂ, രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് സ്വാഭാവികം, നാട്ടുനടപ്പാണ്. അപ്പോൾ ഈ മാതൃസംഘടന എന്ന് പറയുന്ന ഈ നക്സൽ സംഘടന ഏതറ്റം വരെയും അവരും പോവും, ഉറപ്പാണ്. ഈ നക്സൽ സംഘടന ഈ നക്സൽ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും. പക്ഷെ ഞാനും പോവും ഏതറ്റം വരെയും. അത് മാത്രമേ പറയാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്കറിയാം. താർപോറിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങി ഇതിൻ്റെ ജൻ TVയുടെ നല്ലൊരു കാര്യം, ശരിയാണ്. എനിക്ക് പറയാനുള്ളത് ഈ കേസ് ഇങ്ങനെ വരാൻ കാര്യം ഇതല്ല, അല്ലെങ്കിൽ ഒരു അട്ടിമറിയിലോട്ട് പോകാൻ കാര്യം ആദ്യം മുതൽ ഇത്രയും നാളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു റാഗിങ്. സിദ്ധാർത്ഥൻ്റെ കൊലയ്ക്ക് ശേഷവും അതിന് മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട് റാഗിങ് നടന്നു. 2 ദിവസത്തെ പത്രവാർത്ത വരും, അല്ലെങ്കിൽ 2 ദിവസത്തെ ഒരു ചാനൽ വാർത്ത വരും. അത് കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് റാഗ് ചെയ്ത പേരിൽ ഏതെങ്കിലും ഒരു ശിക്ഷ കണ്ടിട്ടുണ്ടോ നമ്മൾ? കോടതി മുഖാന്തരം റാഗ് ചെയ്തതിൽ മരണപ്പെട്ടതായിക്കോട്ടെ, റാഗ് ചെയ്തതായിക്കോട്ടെ. റാഗിങ് ഏറ്റവും ഗുരുതരമായ കുറ്റം എന്നാണ് പറയുന്നത്. ആൻറ്റി റാഗിങ് സ്ക്വാഡ് അതുകൊണ്ടാണ് ആൻറ്റി റാഗിങ് സ്ക്വാഡ് രൂപീകരിച്ച് വെച്ചത്. പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്ക് എൻ്റെ അറിവിനില്ല. പണ്ടെങ്ങാണ്ടോ 6-7 വർഷം മുമ്പ് ഒരു ചെറിയ ശിക്ഷ ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞു. ഇതുവരെയ്ക്ക് റാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് റാഗിങ്ങിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ ആർക്കും? എനിക്ക് മനാനം തന്നെയാണെന്ന് തോന്നുന്നു. അതൊരു നഴ്സിംഗ് കോളേജാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വിദ്യാർത്ഥിനിയെ റേപ്പ് ചെയ്തു റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട്. ആ കേസിലെ പ്രതികളെ ശിക്ഷിച്ചു എന്നല്ലാതെ ശ്രീ ജയപ്രകാശ് പറഞ്ഞത് ശരിയാണ്. റാഗിങ് കേസിൽ ഇതുവരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരൊറ്റ കേസിൽ മാത്രമേ ശിക്ഷ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ കുട്ടികൾ റാഗ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ ആദ്യം അത് അറിയിക്കാൻ ശ്രമിക്കുക അധ്യാപകരോടാവില്ലേ? തീർച്ചയായും. അധ്യാപകർ എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തു പറയാത്തത്? അധ്യാപകർ എല്ലാം ഇടതുപക്ഷത്തിന്റെ ആളുകളല്ലേ. അധ്യാപകർ പുറത്തു പറയാത്തത് എന്താണ്? ഈ സീനിയർ വിദ്യാർത്ഥികളും ഈ അധ്യാപകരും, സീനിയർ വിദ്യാർത്ഥികളെന്നല്ല പറയേണ്ടത്, സീനിയർ വിദ്യാർത്ഥികളായ SFIക്കാരും ഈ അധ്യാപകരും തമ്മിൽ എന്താണ് ബന്ധം?
ഇതൊക്കെയാണ് ശരിക്കും പഠിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. കൃഷ്ണരാജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട്. മാത്രമല്ല ഇതെല്ലാം മൂത്തുമുത്താണല്ലോ. അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടല്ലോ, റാഗിങ് ചെയ്യുന്നവരെ മാത്രമല്ല, അതിനെ കൂട്ടുനിൽക്കുന്നവരെ, അത് മറച്ചു വെക്കുന്നവരെ, അറിഞ്ഞിട്ടും പുറത്തു പറയാത്തവരെ ഒക്കെ പ്രതികളാക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, ശ്രീ ജയപ്രകാശ്, ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചു. CBI കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷേ ഈ പ്രതിപ്പട്ടികയിൽ ഇനിയും ചിലരൊക്കെ ഉൾപ്പെടേണ്ടതായിരുന്നില്ലേ, അല്ലേ? നിങ്ങൾ ചിലരെക്കുറിച്ച് ഉള്ള സംശയം CBI-യുമായിട്ട് പങ്കുവച്ചിരുന്നു. അപ്പോൾ CBI അന്വേഷണത്തിൽ അത് തൃപ്തി ഉണ്ടായിരുന്നോ? ഈ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന പ്രതിപ്പട്ടികയിൽ ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ അക്ഷയ്. ഇപ്പോൾ പറഞ്ഞു, സിദ്ധാർത്ഥൻ നമ്മ പറഞ്ഞിരുന്നല്ലോ അക്ഷയ്. കാരണം എന്നാൽ ഈ അന്ന് മുതൽ ഈ 16, 17, 18 ഈ 3 ദിവസവും സിദ്ധാർത്ഥനെ ഡയറക്റ്റായിട്ട് കിട്ടാത്ത വരുമ്പോൾ, അത് ഉറങ്ങുകയാണെന്നൊക്കെ പറയുമ്പോൾ വിളിക്കുന്നത് അക്ഷയ്യാണ്. ആദ്യം ഫോൺ എടുക്കുന്നത് അക്ഷയാണ്, പിന്നെ പാസ് ചെയ്യുന്ന സിദ്ധാർത്ഥനാണ് ഈ കോൾ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ അക്ഷയ്യാണ്. അപ്പോൾ ഈ അക്ഷയെ എന്തുകൊണ്ട് ഒഴിവാക്കി? ലോക്കൽ പോലീസ് മുതൽ ഒഴിവാക്കി കൊണ്ടുപോയതാണ്. അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഉൾപ്പെടാത്ത രക്ഷപ്പെടുത്തിയത് അവൻ്റെ ബന്ധുവും അവൻ്റെ കുടുംബ സുഹൃത്തും എല്ലാമായ ഇടുക്കി ആശാനാണ് അവനെ രക്ഷപ്പെടുത്തിയത്. ഇടുക്കി ആശാൻ മാണി, ഇയാളാണ് ഈ അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയത്. വളരെ വ്യക്തമാണ്. രണ്ടാമത് ഈ പരാതി കൊടുത്തിട്ടുള്ള ഒരു പെണ്ണിൻ്റെ കേസുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കേസുമായിട്ട് ഒരു വഴക്കായി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഒരു പെണ്ണിനെ ഉണ്ടാക്കിയെടുത്തു. സ്പോൺസർ ഗേൾ, അവിടുത്തെ SFIയുടെ സ്പോൺസർ ഗേളാണ് ബിൻസിയ. ഈ ബിൻസിയയും അക്ഷയ് 2 പേരുടെയും പേര് നമ്മൾ ആദ്യം മുതൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം മുതൽ അവസാനം വരെയും കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ അന്വേഷിച്ചോ അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബിൻസിയയുടെ പേര് ലോക്കൽ പോലീസ് ഒരു പെൺകുട്ടി X എന്ന് എഴുതിയേക്കും പോയിരിക്കുന്നു. പെൺകുട്ടിയുടെ പേര് X അല്ല, പെൺകുട്ടിയുടെ പേര് ബിൻസിയ. അവളുടെ അമ്മ കമ്മീഷണർ ഓഫീസ് ജോലിയാണ്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അനുഭാവിയാണ്. എന്തുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല? അത് പറയില്ല. അപ്പോൾ ഈ ബിൻസിയെ അക്ഷയെ എന്തുകൊണ്ട് ആര് എപ്പോൾ ഒഴിവാക്കി? ഇത് ഏത് ഏജൻസി ആണെങ്കിലും അന്വേഷിക്കണം. ചിലപ്പോൾ CBI അന്വേഷണത്തിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം, നമ്മൾ വരുത്തിക്കുക. അത് കോടതിയിലെ പരിഗണനയിൽ വരികയല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞു, CBI അന്വേഷണത്തിൽ തൃപ്തിയാണോ? നമ്മൾ ഇപ്പോഴും ഏത് അന്വേഷണം പറഞ്ഞു കഴിഞ്ഞാലും കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്, കോടതി പരിഗണനയിലാണ്. ഞാൻ വീണ്ടും പറയുന്നു, കോടതി ഒരു ശിക്ഷ, ബഹുമാനപ്പെട്ട കോടതി അവർക്ക് ശിക്ഷ കൊടുത്ത് മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ എനിക്കത് തൃപ്തിയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രതിപ്പട്ടികൾ എന്തിന് ഇവരെ ഒഴിവാക്കി? അക്ഷയെ ബിൻസിയെ എന്തുകൊണ്ട് ഒഴിവാക്കി? 18-ാം തീയതി കൊല്ലപ്പെട്ട ഒരാളിൻ്റെ പേരിൽ 20-ാം തീയതി കോളേജിൽ പരാതി കൊടുക്കുക. ആ 20 കൊടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ SFI നേതാക്കന്മാർ അതിൻ്റെ സൈൻ ചെയ്യുന്നു, അവർ കമ്മിറ്റിയിലുള്ള ആൾക്കാർ സൈൻ ചെയ്യുന്നു, കോളേജ് അധികൃതർ സൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ കോളേജ് അധികൃതർ നേതാക്കന്മാർ അവിടെ നിൽക്കട്ടെ, അവർ എല്ലാം ഇതിൽ ക്രിമിനലായി കഴിഞ്ഞു. കോളേജ് അധികൃതരാണ് ആ പരാതിയിൽ സൈൻ ചെയ്തത്? ആ അധികൃതരെ 1-ാം പ്രതിപ്പട്ടികയിൽ കൊണ്ടുവരണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ 18-ാം തീയതി മരണപ്പെട്ട് കഴിഞ്ഞ് അതിന് ചിതാഭസ്മം കഴിച്ചിട്ട് എഴുതി കഴിഞ്ഞ ഒരാളിൽ നിന്ന് നീതി കിട്ടണമെന്നാണ് അവർ പറയുന്നത്. പരാതിക്കാർ പറയുന്നത് 18-ാം തീയതി മരണപ്പെട്ട ആളിൻ്റെ നിന്ന് നീതി കിട്ടണമെന്ന്. അതൊന്നും ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ സൈൻ ചെയ്ത അധ്യാപകൻ ആരാണോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ആരാണോ അവരെ ഈ അന്വേഷണ പരിധിക്കുള്ളിൽ കൊണ്ടുവരണം. ഉറപ്പായിട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോഴറിയാം അതിനകത്ത് നടന്ന കള്ളക്കളികളെല്ലാം. ഡീനും നാരായണനും വെറും സസ്പെൻഷനിലായി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ പ്രതിപ്പട്ടികയിൽ വന്നിട്ടില്ല. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ ഡീനും നാരായണൻ എന്ന് പറയുന്ന ആൾ ഈ സംഭവത്തിന് ഒരു 10 ദിവസം മുമ്പ് അദ്ദേഹം ഒരു ലോങ് ലീവിന് പോയി എന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. അദ്ദേഹം ലോങ് ലീവായിരുന്നു. ഈ സമയത്തിന് ഒരു 10 ദിവസം മുമ്പ് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയി. പക്ഷേ ഈ ലോങ് ലീവ് എടുത്തവൻ 16-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പേ അവിടെ വന്നു എന്ന് പറഞ്ഞു, തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഈ കോളേജിൽ, അതായത് സിദ്ധാർത്ഥൻ രാവിലെ അവിടെ എത്തി, തിരിച്ച് അവനെ വിളിച്ചു വരുത്തിയ സിദ്ധാർത്ഥൻ രാവിലെ അവിടെ എത്തി. ഈ നാളെയാണ് ഉച്ചയ്ക്ക് മുമ്പേ തിരിച്ച് കോളേജിലെത്തി. ലോങ് ലീവ് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് 16, 17, 18 ഈ 3 ദിവസവും ലോങ് ലീവ് ക്യാൻസൽ ചെയ്ത് വന്നു. എന്തിന് ലോങ് ലീവ് ക്യാൻസൽ ചെയ്ത് അവിടെ വന്നു? എന്താ കാര്യം? അവൻ വിളിച്ചു വരുത്തിയതാരാ? ഈ ഡീനും അസിസ്റ്റന്റ് നാരായണനും എന്തുകൊണ്ട് പ്രതിപ്പട്ടികയിൽ വന്നില്ല? ഇവർ 3 ദിവസം വാർഡനും അസിസ്റ്റന്റ് വാർഡനും 3 ദിവസം കെയർ ചെയ്യില്ല. ജയപ്രകാശ്, ഒരു കാര്യം കൂടി. അതായത് ഈ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം അത് പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് അഴിച്ച്
താഴെ വെച്ചത് ഈ ഡീൻ നാരായണനാണ്. എനിക്ക് തോന്നുന്നു കാശിനാഥും അവിടെ ഉണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് വാർഡൻ കാശിനാഥും അവിടെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും പോലീസ് എത്താതെ ഒരിക്കലും ഒരു മൃതദേഹം താഴെ വെക്കരുത്. അഥവാ ജീവൻ്റെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ അഴിച്ചു വെച്ച് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കോ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പോലീസ് എത്തുന്നതിന് മുമ്പ് മൃതദേഹം അഴിച്ച് താഴെ വെച്ചത് അത് വലിയൊരു ഇടപെടലല്ലേ? അതായത് ഞാൻ പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ പോലും അതെ ഒരു കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് എല്ലാം. അതെ പലതും ഒളിച്ചു വെക്കാൻ വേണ്ടിയുള്ള ആദ്യ ശ്രമമായിരുന്നു അത്. അങ്ങനെ സംശയിച്ചൂടെ ശ്രീ ജയപ്രകാശ്? അത് വെറും സംശയമല്ല, അത് വളരെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതൊക്കെ വെറും സംശയമല്ല. അതിൽ നിന്ന് തന്നെയാണ് അന്വേഷണം തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഡോക്ടറാണ്, മൃഗ ഡോക്ടറാണെങ്കിൽ പോലും പൾസ് നോക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടറാണ് ആ ഡീന്. അദ്ദേഹത്തിനറിയാം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നല്ലവണ്ണം അറിയാം. ഈ അഴിച്ചു മാറ്റിയത് ഒരു കൂട്ടുനിന്ന ആ ഒരാളുണ്ടായിരുന്നു, നമ്മളോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ദേഹത്ത് അത് തൊടുമ്പോഴേ ഉറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്റ്റിക്കായി അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അവരാണ് ഈ ഡീൻ അവരുടെ സീനിയേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് അഴിച്ചു മാറ്റിയിട്ട് ആ തൂങ്ങിയ സാധനം ഏതാണോ അതുവരെ അവർ നശിപ്പിച്ച് കളഞ്ഞു. ചിലപ്പോൾ കത്തിച്ച് കളയാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന പുഴയിലോ ഡാമിലോ കളഞ്ഞു കാണാം. അതിനെ കൊണ്ടുപോയി ആ തെളിവ് അവിടെ മുറിവ് കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോയത്? നമുക്ക് ആദ്യം അറിഞ്ഞുകൂടാതാ, നിങ്ങൾ ഈ മൃതദേഹം അഴിച്ചത് എന്തിനാണ്? അപ്പോൾ ഡീന് വളരെ കൂളായിട്ട് പറയുക, നമ്മൾ പോലീസിൽ പറഞ്ഞപ്പോഴേ പോലീസ് പറഞ്ഞു മരിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അതിനെ ഹോസ്പിറ്റലിലോട്ട് അഴിച്ച് കൊണ്ടുപോയിക്കോളൂ. മണി പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ പോലീസ് ഈ അന്വേഷണത്തിൽ ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊഴിയിൽ. അങ്ങനെ മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മണിയുടെ പേരിൽ ഒരു ആക്ഷൻ എടുത്തില്ല? അതല്ലല്ലോ അതിൻ്റെ രീതി, അതിൻ്റെ ഫോർമാലിറ്റി അതല്ലല്ലോ. മരിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൈ കിട്ടുന്ന ആൾക്കാർ അതിനെ അഴിച്ചെടുത്തുകൊണ്ട് പോവുകയാണോ ചെയ്യേണ്ടത്? പോലീസ് വന്ന് അതിൻ്റെ നോക്കി, അതിൻ്റെ സാഹചര്യം നോക്കി, തൂങ്ങാൻ ഉപയോഗിച്ചത്, അപ്പഴിട്ടുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട്. അതിൻ്റെ കാര്യം അതിനുള്ള ലീഡ് അവർക്ക് കിട്ടണം. കൊലപാതകമാണെങ്കിൽ തന്നെ ഇതൊന്നും വേണ്ട, നിങ്ങൾ അഴിച്ചെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ മണിയുടെ പേരിൽ വളരെ കുറ്റം. അത് തെറ്റാണെങ്കിൽ ഈ ഡീന് ഈ കൊലക്കുറ്റത്തിൽ ഇതിൽ ഈ പ്രതി ചേർത്ത് വരേണ്ട. എന്തുകൊണ്ട് പ്രതി ചേർത്ത് വന്നില്ല? ഇടതുപക്ഷത്തിൻ്റെ വലിയ നേതാവാണ് ഡീനും കാന്തനാഥനും. അതുകൊണ്ടല്ലേ ഒഴിവാക്കിയത്. എന്തുകൊണ്ട് ഒഴിവാക്കി? അത് അന്വേഷണ പരിധിയിൽ അവരെ കൊണ്ടുവരണം. ക്രിമിനലുകൾ. കഴിഞ്ഞ അരമണിക്കൂറായി സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ നമുക്കൊപ്പം ഉണ്ട്. സിദ്ധാർത്ഥൻ്റെ അമ്മാവനിലേക്ക് കൂടി പോകണം. ശ്രീ ഷിബു, ഇത് സിദ്ധാർത്ഥൻ്റെ ഓർമ്മകളുടെ ഒരാണ്ട് മാത്രമല്ലല്ലോ. വലിയ പ്രതീക്ഷയോടെ പഠനത്തിന് വിട്ട് നേടിത്തിരിച്ചു വരുമെന്ന സ്വപ്നങ്ങൾ വീണുടഞ്ഞതിൻ്റെ 1-ാം വാർഷികം കൂടിയല്ലേ? തീർച്ചയായിട്ടും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് എഴുതി നമ്മൾ അഡ്മിഷൻ വാങ്ങിയ കുട്ടിയാണ് സിദ്ധാർത്ഥൻ. അല്ലാതെ മറ്റുള്ള രീതിയിലും അറിയാമല്ലോ. അപ്പം അത്തരത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ എന്തായാലും വളരെ നല്ല രീതിയിൽ എത്താൻ വേണ്ടിയാണ് അവനും ആഗ്രഹിച്ചിരുന്നത്. അതിനെ തച്ചുടയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവൻ്റെ പ്രതീക്ഷകൾ, അവൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാതെ പോകും. അതിൻ്റെയും കൂടെ ഒരു വർഷമാണിത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുള്ള ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഇപ്പം പറഞ്ഞതുപോലെയുള്ള ഇടപെടലുകൾ, ഈ വിഷയം അവന് വളരാൻ അനുവദിക്കാത്തതിന് നേരത്തെ സാറും പറഞ്ഞു, ഗോവിന്ദൻ പറഞ്ഞു SFIയുടെ ആളുകൾ അല്ല എന്നുള്ളത്. അവിടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന സിദ്ധാർത്ഥന് ഈ SFI നേതാക്കൾക്ക് ആദ്യം മുതലേ ഇഷ്ടമില്ലായിരുന്നു, കണ്ണുകടി ഉണ്ടായിരുന്നു അവനിൽ. അതിൻ്റെ തെളിവാണല്ലോ അവൻ ആ കോളേജിൽ ആ ഹോസ്റ്റലിൽ അല്ലായിരുന്നപ്പോൾ പോലും അവനെ ഇവർ നോട്ടമിട്ടത്. അവൻ്റെ പേഴ്സണാലിറ്റി എല്ലാം കണ്ടാണ് അവൻ ആദ്യമായി ക്ലാസ് ലീഡർ ആക്കുന്നതും
ആ കോളേജിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അവൻ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം കണ്ടിട്ടാണ് ഇവൻ്റെ ആളുകളിലുള്ള സമീപനം, മറ്റുള്ളവർക്ക് അവനിലുള്ള സ്വാധീനം, ഇതെല്ലാം മനസ്സിലാക്കിയാണ് അവനെ 8 മാസത്തോളം പീഡനം, അതായത് ശാരീരിക പീഡനങ്ങൾ കുറച്ചാണ് ഇടയ്ക്കുള്ള രീതിയിലാണെങ്കിലും, സൗമ്യമായി ചിരിച്ചുകൊണ്ടുള്ള രീതിയിലാണെങ്കിലും മാനസികമായി അവനെ നല്ല ട്രോമയിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒപ്പിടൽ, പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് അത് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കെട്ടിയിട്ട് മർദ്ദിച്ചത്. 2000 രൂപ മദ്യപിക്കുവാൻ ഷീബ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി, സീനിയേഴ്സിന്. അവർക്ക് കൊടുത്തിരുന്നു ആ പൈസ, അവർക്ക് മദ്യം വാങ്ങാനാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ അവൻ്റെ കൂട്ടുകാർക്ക് സ്നാക്സ് വാങ്ങിക്കൊടുത്തു. അപ്പം ഈ രീതിയിൽ ഇവനെ ആദ്യം മുതലേ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ പങ്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. പിന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഇതിലേക്കുള്ള ഈ ഒരു പ്രശ്നത്തിലേക്കുള്ള ആദ്യത്തെ ത്രെഡ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആർഷോ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ CBIയുടെ അത് വായിക്കട്ടോ, വായിച്ചാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും, എന്താണ് ഭീഷണിപ്പെടുത്തണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ഉണ്ടല്ലോ സാറേ, ഈ നാറ്റിച്ച് വെടക്കാക്കി എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്കത് അറിയില്ല. അതാണ് ഈ SFIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത്. അതെ, ഞങ്ങളെ അങ്ങനെ ആക്കാമെന്നുള്ള തോന്നൽ. എന്താണ് ആ CBI റിപ്പോർട്ടിൽ പറയുന്നത്? CBI റിപ്പോർട്ടിൽ പറയുന്നത് വേറൊന്നുമല്ല, എല്ലാം സാറിനും അത് വായിച്ചറിയാം, എല്ലാ ആരോപണങ്ങൾ മാത്രമാണ്. അതിനൊരു വേർഡുണ്ടല്ലോ, ആ ഒരു ആരോപണങ്ങൾ മാത്രമെന്ന് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ്, 12-ാം തീയതി ആ കോളേജിലെ വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഒരു ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് യവനും കുറച്ച് അവൻ്റെ ക്ലാസ് കുട്ടികളും ഉണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും അടുത്ത കുട്ടിയാണ് ഈ നേരത്തെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞ ആ പെൺകുട്ടി, എക്സ് എന്നൊക്കെ പോലീസ് പറഞ്ഞതും CBIയുടെ ഗേൾ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ആ വിൻസി എന്ന് പറയുന്ന കുട്ടി ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടിയായിട്ട് എന്തോ തർക്കങ്ങളിലുണ്ടാകുന്നു. അല്ല, അതിന് മുന്നേ തന്നെ അവൻ പറയുന്നു എനിക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കണമെന്നാണ്. മറ്റുള്ളവർ പോയതിന് ശേഷം അപ്പോൾ ആ കുട്ടി അവിടെ നിൽക്കുന്നെങ്കിൽ അത്രയും കൂട്ടായതുകൊണ്ടാണല്ലോ ഇവർ തമ്മിലെന്തോ തർക്കത്തിലെത്തുന്നു. അതിനകത്ത് CBIയിൽ പറയണതിന് എന്തോന്നാണ്, അത് മോശമായി പെരുമാറിയത് 2 പ്രാവശ്യം. ഏതാണെന്ന് അവിടെയും പറയുന്നില്ല. ഇതും ആരോപണമാണ്. ഇതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട സർ ഒരു പ്രധാന കാരണം, ഈ കാര്യം ഈ ഒരു നല്ല കുട്ടിയായിരുന്നുവെങ്കിൽ ആ കുട്ടി ഇത് പറയേണ്ടത് അധ്യാപകനോടായിരിക്കണം, കോളേജ് അധികൃതരോടൊത്തായിരിക്കണം, അല്ലെങ്കിൽ അവളുടെ അച്ഛനോട് അല്ലെങ്കിൽ അവളുടെ അമ്മയോടായിരിക്കണം. ഇവിടെ അവൾ പറഞ്ഞിരിക്കുന്നത് ആരടുത്താണ്? ഇത് SFIയുടെ ചെയർമാനായ മുഹമ്മദ് ഡാനിഷിൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അടുത്ത ദിവസം തന്നെ അക്ഷയെ വിളിച്ച് പറയുന്നു, സിദ്ധാർത്ഥനെ നമുക്ക് വാലന്റൈൻസ് ഡേയിന് ശേഷം, അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, വാലന്റൈൻസ് ഡേയ്സിന് ശേഷം അവനെ മർദ്ദിക്കണം, അതിനുള്ള സൗകര്യം ഒരുക്കണം. അങ്ങനെ 14-ാം തീയതി ഇത് കഴിയുന്നു. സിദ്ധാർത്ഥൻ 15-ാം തീയതി വന്നവനെ തിരിച്ചു വിളിച്ചാണ് ഇത് ചെയ്തത്. അപ്പം നമുക്ക് അറിയാം കൃത്യമായ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് എവിടെ നിന്നാണ്? ആ പെൺകുട്ടിയിൽ നിന്നാണ്. ആ പെൺകുട്ടി കൃത്യമായി മുഹമ്മദ് ഡാനിഷ് ഉടൻ തന്നെ ആരെടുത്ത് പോകുന്നു? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയി മുഴുവൻ കാര്യങ്ങളും തിരക്കുന്നു. അപ്പോൾ ഈ കുട്ടിയും യവനും തമ്മിൽ അവിടെ ഒരു ഗൂഢാലോചന ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അവിടെ SFIയുടെ നേതാക്കൾ ഇടപെട്ടതാണല്ലോ ഈ വിഷയത്തിലേക്ക് എത്തി. അപ്പോൾ SFI അവിടെ ഇടപെട്ടില്ല എന്ന് എങ്ങനെയെങ്കിലും പറയാൻ പറ്റും? SFI ആണല്ലോ കൃത്യമായി ഈ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത്. അപ്പം SFIയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തതെന്നുള്ളതിൽ പ്രധാന തെളിവാണ് അത്. ഇത് എന്തുകൊണ്ടുണ്ടായി? കോളേജ് അധികൃതർ വീക്കായതുകൊണ്ടാണ്. അവിടെ ഡീനോ അവിടുത്തെ കോളേജിലോ മറ്റുള്ളവർക്കോ ഒരു പവറും ഇല്ല. അതിനർത്ഥം ആ കോളേജ് ഭരിക്കുന്നത് SFIയുടെ യൂണിയൻ ചെയർമാനാണ്. അത് മാത്രമല്ല, ഈ ഡീൻ നാരായണൻ അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നല്ലോ അല്ലേ? ഈ വിദ്യാർത്ഥികളുടെ ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊന്നും പുറത്ത് പറയരുത്, ആരും പറയരുത്, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കും. അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നാരായണൻ സംസാരിച്ചതും പുറത്തു വന്നിരുന്നു അല്ലേ? മാത്രമല്ല ഒരു കാര്യം കൂടി, ആർഷോ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഏറ്റവും വലിയ ക്രിമിനൽ, ഈ ആർഷോ അതിനുശേഷം ഹോസ്റ്റലിൽ ക്യാമ്പ് ചെയ്തു എന്നുള്ളതും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ? തീർച്ചയായും
തീർച്ചയായും സാർ, തീർച്ചയായും. കാരണം ഡീന് ഉടനെ തന്നെ ഒരു പ്രസ്താവന ഇറക്കിയതാണ്. കുട്ടികളെ വിളിച്ചു വരുത്തി ഒരു യോഗം കൂടിയിട്ട് സ്റ്റേജിൽ നിന്ന് പറഞ്ഞതാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിലോ മറ്റുള്ളവരടുത്തോ എവിടെയെങ്കിലും വിളിച്ചറിയിക്കുകയോ എന്ത് ചെയ്താലും നടപടികൾ ഉണ്ടാകുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വ്യക്തമാവുന്നു. അതുപോലെ തന്നെ ഈ ഇൻസിഡൻറ്റ് നടന്ന ഉടൻ തന്നെ ആർഷോ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. 3 ദിവസത്തോളം ആ ഹോസ്റ്റലിൽ തങ്ങിയാണ് അവൻ ഈ പ്രവർത്തികൾ ചെയ്തത്. കാരണം തെളിവ് നശിപ്പിക്കൽ അവിടെ കൃത്യമായി അത് നടന്നിട്ടുണ്ട് സാർ, കൃത്യമാണ്. ഒരു കുട്ടിയെങ്കിലും ഇത് വീഡിയോ എടുക്കാതിരിക്കില്ല. അതെല്ലാം കൃത്യമായി അവർ മാറ്റിയിരിക്കുന്നു. അതുമല്ല, നാരായണൻ്റെ ആദ്യത്തെ ഇടപെടലുകൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആ ഹാങ് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ തൊട്ട് ഇനി അറ്റം വരെയുള്ള സാധനങ്ങൾ അവിടെ കറക്റ്റായിട്ട് മാനിപ്പുലേഷൻ അവർ കൃത്യമായി നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഇടപെടൽ അത് കൃത്യമാണ്. ഇതെല്ലാം കൃത്യമായി വരുന്നു. ഇനി ഈ പെൺകുട്ടിയെക്കുറിച്ച് ആർഷോ ആരോപിക്കുന്നു, അല്ലെങ്കിൽ ആർഷോ ഇടതുപക്ഷം ആരോപിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മാനസിക പ്രശ്നത്തിൽ ഉണ്ടായതാണ്. എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണെങ്കിലും ഈ കുട്ടിയല്ലേ ഒന്നാമത്തെ പ്രതി. എവിടെ ബിൻസി എന്തുകൊണ്ട് ഒന്നാമത്തെ പ്രതി ആയില്ല? ഈ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. കാരണം CBI പുനരന്വേഷിച്ചിട്ട് സിദ്ധാർത്ഥൻ്റെ പേരിൽ ഈ കേസുമായിട്ട് തന്നെ പോട്ടെ. എന്നാൽ ബിൻസി ആണല്ലോ അതിലും പ്രത്യേകത. അപ്പം ബിൻസിയ ഒന്നാം പ്രതിയായിട്ട് ബിൻസിയെയും കൂടെ ഉൾപ്പെടുത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ അന്വേഷണം, ഈ ഗൂഢാലോചനയുടെ പ്രധാന അവളാണെങ്കിൽ അവിടുന്ന് പോട്ടെ, ഞങ്ങൾ തയ്യാറാണ്. ബിൻസിയെ മാത്രമല്ല, അക്ഷയ്, ഇതെല്ലാം മറച്ചു വെച്ച അക്ഷയ് മാത്രമല്ല, ഡീൻ നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ കാശിനാഥൻ, ഇവരെല്ലാം പ്രതിപട്ടികയിൽ വരേണ്ടതാണ്. അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പ്രതികൾക്ക്, ഈ കുട്ടിക്കൊലയാളികൾക്കും അതുപോലെ ഈ മൂത്തവർക്കും, നാരായണനെയും അതുപോലെ കാശിനാഥനെയും പോലെയുള്ള മൂത്തവന്മാർക്കും എല്ലാ നിയമസഹായവും ചെയ്തു കൊടുക്കുന്നത് ഇടത് സംഘടനകളാണ്. നോക്കൂ കൃഷ്ണരാജ്, ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടന്നിട്ട് ഈ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. എന്നിട്ടിപ്പോൾ സുപ്രീം കോടതിയിൽ തിരിച്ച് തുടർ പഠനത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ സഹായിക്കും. അതെ, ഇപ്പോഴും മാനസാന്തരത്തിൻ്റെ ഒരു കണിക പോലുമില്ല. മാത്രമല്ല, കൂടുതൽ അപമാനിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. എന്നൊരു ചോദ്യമാണല്ലേ. CBI കുറ്റപത്രത്തിൽ പറഞ്ഞത് പറയട്ടെ, എല്ലാ വിഷയങ്ങളിലും ഇതുപോലുള്ള വിഷയങ്ങളിൽ, അതായത് SFI പ്രതിസ്ഥാനത്തുള്ള വിഷയങ്ങളിലൊക്കെ അവിടെ കേസ് ദുർബലമാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ? ഒരു പെൺകുട്ടിയുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ എളുപ്പമാണല്ലോ. സിദ്ധാർത്ഥനെയും അതുപോലെ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. പെൺകുട്ടിക്ക് മുഖം ഉണ്ടാവില്ല, പേരുണ്ടാവും, എക്സ് എന്നോ ഗേൾ എന്നോ. വെടക്കാക്കി തനിക്കാക്ക ബിൻസിയ അവർ തുറന്നു പറഞ്ഞല്ലോ. ബിൻസിയയുടെ അമ്മ പോലീസ് കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരിയാണ്. സ്വാഭാവികമായി ഇടപെടൽ നടന്നിട്ടുണ്ടാവും. MM മണിയുടെ ബന്ധുവാണ് ഈ അക്ഷയ്. അതുകൊണ്ട് അക്ഷയെ തുടക്കം മുതൽ രക്ഷിച്ചു. അതാണ് യാഥാർത്ഥ്യം. ശരി, അമ്മയോട് ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീമതി ഷീബ, മകൻ പോയ വേദനയുടെ ഒരാണ്ട് അതെങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിക്കുന്നില്ല. അതിജീവിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മകൻ്റെ ഓർമ്മകളിൽ വിങ്ങുന്നുണ്ട് അമ്മ എന്നറിയാം. നമുക്ക് കോളേജുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നു. അധ്യാപകർ ഇതറിയുന്നില്ലേ? അറിഞ്ഞാൽ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല? ഈ കുട്ടി അച്ഛനോടോ അമ്മയോടോ തുറന്നു പറഞ്ഞാൽ മാത്രം പുറത്തു വരുന്ന നീറുന്ന സംഭവങ്ങളായി ഇതെന്തുകൊണ്ട് മാറുന്നു? അമ്മയ്ക്ക് എന്താണ് പറഞ്ഞവസാനിപ്പിക്കാനുള്ളത്? ജൂനിയർ കുട്ടികൾ, റാഗിങ്ങിന് ഇരയായ കുട്ടികൾ പറയാൻ പേടിക്കുന്നതിന് കാരണം ആ സീനിയേഴ്സും അധ്യാപകരും അല്ലെങ്കിൽ കോളേജിലുള്ള അധികൃതർ എല്ലാവരും സീനിയേഴ്സും കൂടെ ഒരു നല്ലൊരു ബന്ധമുണ്ട്. അവർക്ക് എന്താണ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, അധ്യാപകർ കുട്ടികൾക്ക് കുട്ടികൾക്ക് എക്സാമിന് സഹായിക്കുന്നു. അത് ഉറപ്പാണ്. അത് നടക്കുന്നുണ്ട്, പൂക്കോട് നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ പാർട്ടിപരമായി നമ്മുടെ മാതൃ പാർട്ടി ഏതാണോ ആ രീതിയിലുള്ള സഹായം അധ്യാപകർക്ക് കൊടുക്കുന്നു. ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആണ്. ഇപ്പോൾ നമ്മുടെ ചെന്ന് കയറുന്ന കുട്ടികൾ ഇത് കാണുമ്പോൾ ഇവർ തമ്മിലുള്ള, അല്ലെങ്കിൽ തന്നെ ഈ സീനിയേഴ്സിൻ്റെ റൂമിലാണ് എല്ലാ അവധി ദിവസങ്ങളിലും വാർഡനും അസിസ്റ്റൻ്റ് വാർഡനും ഒക്കെ അവരെ രാത്രി മിക്കവാറും ദിവസങ്ങളിൽ സീനിയേഴ്സ് തോളിലിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ജൂനിയേഴ്സ് ഇവർ തമ്മിൽ എന്തോ ഒരു ഗുണ്ട
നേതാക്കൾ പോലെ പോകുന്നു. അവർ പേടിക്കുന്നു, അവർക്ക് പറയാൻ പേടിയാകുന്നു. എല്ലാ കോളേജുകളിലും നടക്കുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ 1 വർഷം കൂടെ ഉള്ള കുട്ടികളായിരിക്കും. അവരൊരു ലോകത്ത് ചെന്ന് കയറുകയാണ്. അപ്പോൾ അവരെ കൈപിടിച്ച് അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കേണ്ടവരാണ് ഇവർ. അവരെ വച്ച് കളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവന്, അല്ലെങ്കിൽ അവരെ വച്ച് സന്തോഷിക്കുന്നു, അവരുടെ വിഷമം കണ്ട് ആസ്വദിക്കുന്നു. അതിനും ഫുൾ ഉത്തരവാദിത്വം കോളേജ് അധികൃതർക്ക് തന്നെയാണ്. ഒന്ന് വിചാരിച്ചാൽ ഈ സീനിയേഴ്സ് അവരുടെ തൊട്ട് താഴെ നിൽക്കുള്ളൂ. ഇത് തിരിച്ചാണ് നടക്കുന്നത്. അവിടെ പുറത്തുനിന്ന് എങ്ങനെ ലഹരി വരുന്നു, മദ്യം വരുന്നു കോളേജിനകത്ത്, അതെങ്ങനെ എത്തും അതിനകത്ത് വാർഡൻ അറിയാതെ? പുറത്ത് പോയ കുട്ടികൾ, എക്സാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് പുറത്ത് പോയ കുട്ടികൾ എങ്ങനെ എത്തുന്നു? അത് ആരാ നോക്കേണ്ടത്? സീനിയേഴ്സിന് ഇത്രയും ധൈര്യം കൊടുക്കുന്നത് ആര്? പാർട്ടി, യൂണിയൻ, അതെല്ലാം പോട്ടെ. അപ്പോൾ ഈ ധൈര്യം കൊടുക്കുന്നത് ഈ അധികൃതരല്ലേ? അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം നമ്മൾ? ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞ കുട്ടികളല്ലേ സീനിയേഴ്സ്, അല്ലാതെ പെട്ടെന്ന് ഓടി വന്നവരല്ലല്ലോ. അപ്പോൾ ഇവർക്ക് ധൈര്യം കിട്ടി വരുന്നതല്ലേ, അവർ കണ്ട് പഠിച്ച് കിട്ടുന്നതല്ലേ. എന്തായാലും സിദ്ധാർത്ഥൻ്റെ അമ്മ, അച്ഛൻ, അമ്മാവൻ തുടർന്നും നിയമ പോരാട്ടം നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ ഏതറ്റം വരെയും പോകും എന്ന അതെ അമ്മ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇനിയും മതിയാക്കാറായില്ലേ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. അപ്പോൾ ആ കുടുംബം ഇപ്പോഴും അതിജീവിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വപ്നങ്ങൾ വീണുടഞ്ഞു, പ്രിയപ്പെട്ട മകൻ വീണുപോയി. പക്ഷേ ഞങ്ങൾ തുടരും ഈ വഴിയിൽ, ഏതറ്റം വരെയും പോകും. ഈ കാടത്തം എന്നേക്കുമായി അവസാനിച്ച് കാണണം എന്നുള്ള. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരാണ്ട് തികയുന്ന ദിവസം കേൾക്കേണ്ടി വരുന്നത് റാഗിങ്ങുകളുടെ പരമ്പരയാണ്. തീർച്ചയായും അതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത്. മാറുന്നില്ലല്ലോ കേരളം ഇനിയും എന്ന ചോദ്യം. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഒപ്പമുണ്ടാവും. യെസ്, ഞങ്ങളാണ് ഇതാദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഇനിയും നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ട് എന്ന് ഈ ദിവസത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളാം. വാക്ക് തരുന്നു. യെസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ ഒരാണ്ട് ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ നമ്മൾ ആ സിദ്ധാർത്ഥനെ ഓർക്കുമ്പോൾ വീണ്ടും എത്രയെത്ര കോളേജുകളിൽ നിന്നാണ് കരച്ചിലുകൾ ഉറക്കെ കേൾക്കുന്നത്, മുറിപ്പാടുകൾ നമ്മൾ കാണുന്നത്, ലോഷൻ മുറിവിൽ ഒഴിക്കുന്നത്, കുത്തി നോവിപ്പിക്കുന്നത്, കോമ്പസ് കൊണ്ട്, അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് വരുന്നത്. നമുക്ക് കോഴിക്കോട്ടേക്ക് പോയാൽ കളൻതോട് MES കോളേജിലെ റാഗിങ്ങിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പരിക്കേറ്റ മുഹമ്മദ് മിൻഹാജിൻ്റെ കുടുംബം രംഗത്ത്. പ്രതികളായ MSF പ്രവർത്തകർ രാഷ്ട്രീയമായി പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. കേസിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് പിതാവ് അഷ്റഫ് ജനം TVയോട് പറഞ്ഞു. ഇപ്പോൾ ചുമത്തി റാഗിംഗ് ആക്ട് പ്രകാരം ഒക്കെ പരാതി കൊടുത്ത് ആ റാഗിംഗ് ആക്ട് ആയിട്ടും ഇതുവരെ ആ പ്രതികളൊന്നും പിടികൂടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്ന് ഞാൻ കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിന് എനിക്ക് സംശയമുണ്ട്, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 10 ദിവസമായിട്ടും ഇതുവരെ ഈ പ്രതികളൊന്ന് അറസ്റ്റ് ചെയ്യുക ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ റെയ്സ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, ഞാൻ 4 വിദ്യാർത്ഥികൾ വരാം, അങ്ങനെ 5 അംഗ സംഘം MSFന്റെ പ്രവർത്തകരാണ്. 2 ദിവസം മുമ്പ് അവിടെ റാഗിങ് നടന്നു. പോലീസും വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ. ഇങ്ങനെ പോയിക്കുകയാണെങ്കിൽ ഭാവി തലമുറ എങ്ങനെ അവിടെ പഠിക്കുക എന്നുള്ളതാണ്. അനഘ ചേരുന്നുണ്ട്. മറ്റൊരു പിതാവിൻ്റെ ചോദ്യം. എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലും അതുപോലെ കോളേജ് ഓഫ് നഴ്സിംഗിൽ SFI ആണ് പ്രതിസ്ഥാനത്തെങ്കിൽ ഇവിടെ MSF ആണ് പ്രതിസ്ഥാനത്തുള്ളത്. ഇപ്പോൾ ശരിക്കും വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയല്ല, ദുർബലനെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ കീഴെ പഠിക്കുന്നതോ ആയ കുട്ടികളെ മുറിവേൽപ്പിക്കുക, അതിലൂടെ ആസ്വദിക്കുക എന്നതുകൂടിയായി മാറുന്നു കേരളത്തിലെ കലാലയ സംസ്കാരം എന്ന്. അവിടെയാണ് ലഹരിയുടെ സ്വാധീനം ചർച്ചയാക്കേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അനഘ ചേരുന്നു. അനഘ, കേസന്വേഷണം അത് സുതാര്യമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പരാതിയാണല്ലോ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തോ, അവർ ഒളിവിലാണോ,
എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? പോലീസിൻ്റെ നിലപാട് എന്താണ് അനഘ? കൃഷ്ണരാജ്, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി വെള്ളിയാഴ്ചയാണ് ഈ കോളേജിൽ MES കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മിൻഹാജിന് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനാക്കുന്നത്. ഈ സംഭവത്തിൽ ഈ മിൻഹാജിന്റെ കണ്ണിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൈയുടെ എല്ല് പൊട്ടുക എന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ റാഗിങ്ങിനിടയിൽ ഗുരുതരമായ പരിക്ക് മിൻഹാജിന് ഏറ്റിരുന്നു. തന്നെ ആരാണ് റാഗ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മിൻഹാജ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൃത്യമായി അവരെ ചൂണ്ടിക്കാണിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഈ സംഭവത്തിൽ കൃത്യമായി പോലീസ് കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിലെ MSF പ്രവർത്തകരാണ് ഈ മിൻഹാജിനെ മർദ്ദിച്ചത്. പക്ഷേ മിൻഹാജിനെ മർദ്ദിപ്പിച്ച ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റ് നിയമ നടപടിയിലേക്ക് കടക്കാനോ കുന്നമംഗലം പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് മിൻഹാജിന്റെ പിതാവ് നമ്മളോട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ MSFലെ തന്നെ ഉന്നതർ ചേർന്ന് ഈ കുന്നമംഗലം പോലീസിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊരു ഗുരുതര ആരോപണം ഈ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്നാണ്. ഏറ്റവും ഒടുവിൽ ഈ പ്രതികളായിട്ടുള്ള 4 പേരും ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനുള്ളൊരു സാവകാശം പോലും പോലീസാണ് ഈ റാഗിംഗ് പരാതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാനുള്ള നീക്കമാണ് കുന്നമംഗലം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് ഈ മിൻഹാജിന്റെ പിതാവടക്കം പറയുന്നത്. അത്തരത്തിൽ കൃത്യമായി ഒരു മിൻഹാജിന് കണ്ണിനും കൈക്കുമൊക്കെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അതിക്രൂരമായി തന്നെയാണ് ഈ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ മിൻഹാജിനെ മർദ്ദിച്ചത്. എന്നിട്ട് പോലും ഈ മർദ്ദിച്ചവർക്കെതിരെ കൃത്യമായൊരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല, കുന്നമംഗലം പോലീസ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഈ മിൻഹാജിന്റെ പിതാവ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടിയാണ് പിതാവ് ഉന്നയിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഈ കോളേജിൽ കൃത്യമായി തന്നെ ഈ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന MSF പ്രവർത്തകർ പോലീസിനെ കൊണ്ട് കേസ് വൈകിപ്പിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു എന്നാണ് മിൻഹാജിന്റെ പിതാവ് ജനൻ ടിവിയോട് പ്രതികരിച്ചത്. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം സ്വാഭാവികമായി ഇടപെടും. MSFന്, അതായത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ CPM ആണ് നിയന്ത്രിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരുപക്ഷെ നാളെ അധികാരത്തിൽ വരുമോ അങ്ങനെയൊക്കെ കരുതി ഈ പോലീസുകാർ നിർലോഭമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നു. പക്ഷേ പ്രതികൾ ആരാണെങ്കിലും അല്ലേ, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ആ ഉത്തരവാദിത്തം പോലീസ് നിർവഹിക്കണം. കുട്ടികൾ കോളേജിലേക്ക് എത്തുന്നത് പഠിക്കാനാണ്. അതെ, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കോളും. പക്ഷേ സഹജീവിയോട് പെരുമാറേണ്ട വിധം കൂടി നിങ്ങൾ തിരിച്ചറിയണം അല്ലേ. കുട്ടികൾ കുട്ടികളായി തന്നെ വളരണം. വളർന്ന് അറിവ് നേടി ലക്ഷ്യത്തിലെത്തണം. ആ ലക്ഷ്യത്തിന് മധ്യേ കത്തി ചൂണ്ടി നിൽക്കുക, കോമ്പസ് കൊണ്ട് കുത്തുക, പിന്നെ എന്താണ് ലോഷൻ ഒഴിക്കുക മുറിവിൽ. കൃഷ്ണരാജ്, ഒരിക്കലും ബോധമുള്ള ഒരു വ്യക്തിക്ക് അല്ലേ, സഹജീവിയോട് ഇത്തരത്തിൽ ക്രൂരത കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കോളേജ് ഓഫ് നഴ്സിംഗിൽ കണ്ടതല്ലേ, അവരെല്ലാം മദ്യം കഴിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടലിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മദ്യം മാത്രമല്ല, MDMA പോലുള്ള മയക്കുമരുന്നുകൾ അതും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നവരുണ്ടല്ലേ, നമ്മൾ കണ്ടതാണ്. ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. പെൺകുട്ടി പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് തല്ലി തകർക്കുന്നത് നമ്മൾ. അതെ. അപ്പോൾ കൈവിട്ടു പോകുന്ന കലാലയ കാലം അത് പക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കണം. സന്തോഷം മാത്രം പുലരുന്ന, പഠിക്കാനും ആസ്വദിക്കാനും ജീവിതത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു ഏരിയയായി കലാലയങ്ങളെ കാണാനും പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറി വരണം. എല്ലാവരും അങ്ങനെയായിരുന്നു അല്ലേ, സർഗാത്മകമായിട്ടുള്ള ഒരു കലാലയ കാലം, കലകളുടെ ആലയം ആണല്ലോ കല. അതൊക്കെ അനുഭവിച്ചവരാണ് ഞങ്ങളെപ്പോലുള്ളവർ. ഒരു ഭാഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പക്ഷേ അതേസമയം ഒരു ഭാഗത്ത് സമ്പന്നമായ, ഞാൻ പറഞ്ഞല്ലോ, ഈ സർഗാത്മകത കൊണ്ട് സമ്പന്നമായ ക്യാമ്പസ് കാലം അതിപ്പോഴും നമ്മുടെ സ്മരണകളിൽ ഉണ്ട്. അത് ഓരോ മരച്ചോട്ടിലും അതെ വിരിയുന്നത് കല കൂടിയായിരുന്നു. തീർച്ചയായും. പക്ഷെ ഇന്നതൊക്കെ മാറി ഇടിമുറികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. കലാലയമായി അവസാനിപ്പിക്കണം. ലഹരി ഒഴിവാക്കാൻ, ഈ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തു വരണം. അത് ആര് ഭരിച്ചാലും ആര് ചെയ്താലും തെറ്റാണ്, അതിൽ സംശയമില്ല.
കോഴിക്കോട്ടെ റാഗിംഗ് ആണ് നേരത്തെ അനഘ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തൽ. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയത്. തുടർന്ന് അന്വേഷണം നടത്തിയ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെയാണ് പരാതി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, കാര്യവട്ടത്തും വളരെ ക്രൂരമായ രീതിയിലാണ് റാഗിംഗ് നടന്നിരിക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയിന്മേൽ പോലീസിൻ്റെ ആക്ഷൻ നടപടി ഉണ്ടായിട്ടുണ്ടോ? പരാതിക്കാരന് എന്താണ് പറയാനുള്ളത്? അനിൽ നമ്പ്യാർ, പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങി ഇന്ന് 1 വർഷം തികയുന്ന സമയത്ത് തലസ്ഥാനത്ത് നിന്നും വീണ്ടും വരുന്നത് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന റാഗിംഗ് വാർത്തകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 11-ാം തീയതിയാണ് തിരുവനന്തപുരം കാര്യവട്ടം സർക്കാർ കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള പരാതി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കഴക്കൂട്ടം പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടി ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ സാക്ഷിമൊഴി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതായത് ബിൻസ് ജോസിന്റെ സുഹൃത്തിനെ തേടിയെത്തിയ സംഘം ബിൻസിനെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ രാത്രിയോടെ ഈ വാർത്ത നമ്മൾ സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി നൽകുകയും ചെയ്തിരുന്നു. ബിൻസ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളോട്. സാങ്കേതിക തടസ്സമുണ്ട്. നമ്പ്യാർ, ഈ ആന്റി റാഗിംഗ് കമ്മിറ്റികൾ എന്തിനാണ്? ഈ സംഭവം നടന്ന ശേഷം സ്ഥിരീകരിക്കാനാണോ, നടന്നുവെന്ന് സ്ഥിരീകരിക്കാനാണോ, അതോ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണോ? കൃഷ്ണരാജ്, ഇതിൽ ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി മാത്രമല്ല, എല്ലാ ഹോസ്റ്റലുകളിലും വാർഡൻ വേണമെന്ന് നിർബന്ധമാണത്. ഈ വാർഡൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രാത്രി അരങ്ങേറുന്ന ഈ ക്രൂരതകൾ ഒഴിവാക്കാം. ഇപ്പം ഞാൻ കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിച്ചത്. കാര്യവട്ടം കോളേജല്ല, കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ്. അവിടെയായിരുന്നു ജേർണലിസം ചെയ്തത്. ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. റാഗിങ്ങിന് വിധേയമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്ന് ഈ ഫിസിക്കൽ ഹറാസ്മെൻ്റ് അല്ല, നമ്മളൊക്കെ മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ച് തിരികെ വരുമ്പോൾ ഈ ഏറ്റവും വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ തലയിൽ ഒഴിക്കുക, പിന്നെ റൂമിൽ മുട്ടി വിളിക്കുക, റൂം തുറക്കുമ്പോഴേക്ക് വെള്ളം ഒഴിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഏണി വരച്ചിട്ട് അതിൽ കയറാൻ പറയും. അങ്ങനെയുള്ള നടക്കാൻ പറയും. തെറിവിളിയാണ്, തെറി അഭിഷേകം നടത്തും. പലപ്പോഴും നമ്മളെ ടച്ച് ചെയ്യാറില്ല, ഉന്തും തള്ളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള മർദ്ദനം അതൊന്നും ഉണ്ടായിട്ടില്ല. പാട്ട് പഠിപ്പിക്കുക, പക്ഷേ അതെ, അതൊക്കെ വാർഡൻ ഇല്ലാത്ത സമയത്താണ് ഇതെല്ലാം അരങ്ങേറിക്കൊണ്ടിരുന്നത്. വാർഡൻ രാത്രികാലങ്ങളിൽ ഒരു ഹോസ്റ്റലിലുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ചെയ്യാൻ മടിക്കും, അറക്കും. അപ്പോൾ വാർഡൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുക മാത്രമല്ല, ഈ ഹോസ്റ്റലുകളിൽ, ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവിടെയാണ് ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ പ്രാധാന്യം, അല്ലേ? അങ്ങനെ ഒരു പരിശോധന നടക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇവരൊക്കെ എന്ന് വിളിക്കുന്ന കാലമാണ്. അതെ അതെ, പക്ഷേ കൃത്യമായ ഇടപെടലുകൾ വേണം. അല്ല, പക്ഷേ ചില ഹോസ്റ്റലുകളിൽ സംഭവിക്കുന്നത് എന്താ, ഈ വാർഡൻ കൂടി ഇവരുടെ മദ്യപാനത്തിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. അതെ, വളച്ചെടുക്കുന്നു. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേല് തന്നെ വിളവ് എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. കോഴിക്കോട് കാര്യവട്ടം. ഇനി കോട്ടയത്തെ വാർത്തയിലേക്കാണ്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതിഷേധം ശക്തമായി തുടരവേ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ബുധനാഴ്ച ഏറ്റുമാനൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. എന്നാൽ വിദ്യാർത്ഥികളായ 5 പേരെ മാത്രം പ്രതിയാക്കി അന്വേഷണം തുടരുന്നത് വ്യാപക വിമർശനത്തിന് ഇടയാക്കുകയാണ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പന് ഒപ്പം ചേരുന്നു. മിഥുൻ, ഈ സിദ്ധാർത്ഥൻ്റെ അമ്മ നേരത്തെ പറഞ്ഞത്, അച്ഛൻ ഒക്കെ നേരത്തെ പറഞ്ഞ ആ വാക്കുമായി ചേർത്ത് പറയണം ഇതിനെ. അതായത് 5 പേരെ മാത്രം, വിദ്യാർത്ഥികളായ 5 പേരെ മാത്രം പ്രതിയാക്കി അന്വേഷണം നടത്തുന്നു. അല്ല, പ്രിൻസിപ്പാൾ സസ്പെൻഷനിലാണെന്ന് തോന്നുന്നു, ഒരാൾ കൂടെ സസ്പെൻഷനിലാണ്. പക്ഷേ അവരെയും കൂടെ പ്രതി ചേർക്കണം. എങ്കിലും മാത്രമേ അധ്യാപകർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കൂ. അതായത് കൂട്ടുനിന്നവരെ, അതെ, അറിഞ്ഞിട്ട് പറയാത്തവരൊക്കെ പ്രതികളാക്കണം. എന്നാൽ മാത്രമേ പറ്റൂ. മിഥുൻ,
തീർച്ചയായിട്ടും ആ തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം പുരോഗമിക്കവേ വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും ഇക്കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ദിവസങ്ങളായി ഒരു സംഘർഷ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. കാരണം ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉന്നയിക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത് ഈ 5 പ്രതികളിൽ മാത്രമായിട്ട് ഒതുങ്ങി എന്നുള്ളതാണ്. പരാതി നൽകിയ ആദ്യ ദിവസം തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് ഈ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഹോസ്റ്റലിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് സംഘം ഹോസ്റ്റലിലെത്തി ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികളെ ഇതിലേക്ക് ചേർക്കാനുള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ ഈ അവസ്ഥയിൽ പറയുന്നത് മറ്റാരെയും പ്രതി ചേർക്കേണ്ട അവസ്ഥയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ഈ ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉണ്ടായിരുന്നില്ല. ഹൗസ് കീപ്പിംഗ് കം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധാരണ സർക്കാർ ഇത്തര കോളേജുകളിലെ പ്രിൻസിപ്പൽ, അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ തന്നെയാണ് അവിടുത്തെ വാർഡന്റെ ചുമതലയും ഉണ്ടായിരുന്നത്. അവരൊരിക്കലും ഹോസ്റ്റലിൽ തങ്ങാറില്ല. അത്തരത്തിലൊരു ഹൗസ് കീപ്പിംഗ് കം സെക്യൂരിറ്റി എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്. 3 മാസത്തോളം ഈ സെക്യൂരിറ്റിയുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം, അതിക്രമം 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇത്തരത്തിൽ നമ്മൾ പുറത്തു വന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലടക്കം വലിയ വേദനയോടെ വലിയ നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് ഡിസംബർ 13 മാത്രം നടന്ന സംഭവമാണ്. നവംബർ 4-ാം തീയതി മുതലാണ് 1ാം വർഷ വിദ്യാർത്ഥികൾ അവിടെ പഠനം ആരംഭിച്ചത്. അന്ന് മുതൽ ഈ ക്രൂരമായിട്ടുള്ള പീഡനം ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾക്ക് പുറമെ വലിയ രീതിയിൽ അവിടെ സംഭവിക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ നിലവിളിയെല്ലാം ഉണ്ടായിട്ടും അത്തരത്തിലുള്ള വലിയ അതിക്രമം എല്ലാം ഉണ്ടായിട്ടും ആരും അറിഞ്ഞില്ല എന്നുള്ള വാദം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല, വിശ്വസനീയവുമല്ല. അത്തരത്തിൽ കോളേജ് അധികൃതർ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ ഇത്തരം വാദങ്ങൾ ഉന്നയിച്ച് കോളേജിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളെയും അസിസ്റ്റന്റ് പ്രിൻസിപ്പളെയും സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഹൗസ് കീപ്പിംഗ് കം സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ചുമതല വഹിച്ചിരുന്ന ഈ താൽക്കാലിക ജീവനക്കാരനെയും മാറ്റി നിർത്താനുമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അവരെ പ്രതി ചേർക്കണമെന്നുള്ളതാണ് വ്യാപകമായിട്ട് ഉയരുന്ന വിമർശനം. കാരണം അവർ ഇത്തരത്തിലുള്ള ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ളൊരു വിലോപമാണ്. മാത്രമല്ല അനാസ്ഥയാണ്. ഈ അറിഞ്ഞിരുന്നില്ല എന്നുള്ള വാദത്തെ പോലും സംശയത്തിന്റെ ദൃഷ്ടിയോടെ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് ഉയർന്ന വിമർശനം. മറ്റൊന്ന് ഈ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സംഘടനാ പശ്ചാത്തലമാണ്. നമുക്കറിയാം സിദ്ധാർത്ഥന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ എന്താണ് സംഭവിച്ചത്, പോലീസ് അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഒരു തൃപ്തി രേഖപ്പെടുത്താൻ ആർക്കും ഒരു തൃപ്തരല്ല എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിൽ മറ്റു വിദ്യാർത്ഥികളെ കൂടുതൽ വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. മാത്രമല്ല വിദ്യാർത്ഥികളെ ഇത്രയും ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ ഒരു മൃദു സമീപനം പോലീസ് സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഏതായാലും ഇപ്പോൾ നാളെ ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷ നൽകി നാളെ കോടതി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ നിരവധി ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പ് നടക്കലുമുണ്ട്. മാത്രമല്ല 5 ഫോണുകൾ, ഈ വിദ്യാർത്ഥികളുടെ 5 ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഈ വീഡിയോയ്ക്ക് പുറമെ മറ്റേതെങ്കിലും വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ അത് വലിയ സ്ട്രോങ് എവിഡൻസ് ആണ്. അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള വിപുലമായിട്ടുള്ള രീതിയിലേക്ക് അന്വേഷണം വിപുലീകരിക്കുകയും എല്ലാവർക്കും സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. കൃഷ്ണരാജ്, സിദ്ധാർത്ഥന്റെ സ്മൃതി ദിനത്തിൽ ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു അല്ലേ, റാഗിങ്ങിനെതിരെ. റാഗിംഗ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കാം. ഞങ്ങളുടെ നമ്പർ തരാം. നിങ്ങൾ തുറന്നു പറയുക. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സ്വന്തം ചേട്ടന്മാർ എന്ന രീതിയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ കേൾക്കാതിരിക്കട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് ഈ ഒരു കാടത്തത്തിന് എന്നേക്കുമായ അറുതി ഉണ്ടാവണം. അതിനുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് തുടങ്ങി വെക്കുന്നത്. നമുക്ക് ഒരു വാർത്തയിലേക്ക് കൂടി പോകാം. മാധവ് സുരേഷ് ഗോപി, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ് എന്നിവരെ നായിക കഥാപാത്രങ്ങളാക്കി സുജിത് എസ് നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന അംഗം അട്ടഹാസം എന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് തുടങ്ങി. തലസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക പ്രമേയമായ ചിത്രത്തിൽ മക്ബൂൽ സൽമാൻ, നന്ദു, അലൻസിയർ, സ്വാസിക, MA നിഷാദ്, CBK തോമസ് എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. അനിൽകുമാർ ജിയാണ് നിർമ്മാണം. രാധിക സുരേഷ് ഗോപിയാണ് ചിത്രത്തിന് തിരി തെളിയിച്ചത്.
അപ്പോൾ ഇന്നത്തെ പുത്തൻ പുലരിക്ക് സമയം അവസാനിക്കുന്നു. 1.5 മണിക്കൂറോളം നമ്മൾ പങ്കുവെച്ചുകൊണ്ടേയിരുന്നത് റാഗിംഗ് ആയിരുന്നു. സത്യത്തിലൊരു നിർഭാഗ്യമുണ്ട്. എങ്കിൽ പോലും ഇനി അതുണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നമ്മൾ തുടക്കമിടുന്നു എന്ന അഭിമാനം, ബോധ്യം നമുക്കുണ്ട്. താനും അവസാനിപ്പിക്കാം. ഓക്കെ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഇതുപോലെ പഠിക്കുന്നുണ്ട്, അവർ ഒരുപക്ഷെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടാവും. അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകേണ്ടവർ അവരതിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളോട് ആവർത്തിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ക്യാമ്പസിൽ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുക. ഇടയ്ക്കൊക്കെ അവരെ പോയി കാണുക, അല്ലേ? അവരെ അവരുടെ വഴിക്ക് മാത്രം വിടാതെ അവരെ കാണുക, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ വിഷമങ്ങൾ അത് അറിയാൻ ശ്രമിക്കുക. ശരി, അവസാനിപ്പിക്കാം. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ശുഭദിനത്തിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.